ഹലോ എവ്രി വൺ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലേക്ക് നിൽക്കുകയാണ്. നമ്മളോട് എല്ലായ്പ്പോഴും പറയാറുണ്ട് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഇത് ടേണിംഗ് പോയിന്റ് ആണ്, +2 കഴിയുമ്പോൾ ഇത് ടേണിംഗ് പോയിന്റ് ആണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുന്ന നിമിഷമാണ് നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഈ ഒരു നേഴ്സിംഗ് കോഴ്സ് GNM എടുത്തിട്ടുള്ളവരുണ്ടാകാം, സാധാരണ BSc നേഴ്സിംഗ് എടുത്തിട്ടുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്തിട്ടുള്ളവരുണ്ടാകാം. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ കോഴ്സ് എടുത്തത് വാല്യുബിൾ ആകുന്നത്, അല്ലെങ്കിൽ അത് എടുത്തത് ഒരു പ്രാക്ടിക്കബിളായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് അതിനുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗവൺമെൻറ് സർവീസ് എന്ന് പറയുന്നത് അല്ലേ, ഗവൺമെൻറ് സർവീസ്. അപ്പോൾ അതിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പിന് സഹകാരി റൈസ് പ്ലസ് നിങ്ങൾക്കൊരു സഹായ ഹസ്തം നീട്ടുകയാണ്. സോ നിങ്ങളിത് ഉപകാരപ്പെടുത്തുക. ഈ ഒരു എക്സാം ഉറപ്പായിട്ട് നാം ക്രാക്ക് ചെയ്യും എന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവുക അല്ലേ. സമയം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷങ്ങളും കഴിയും തോറും നമുക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളുടെ എണ്ണം കുറയും, നമുക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡുകളുടെ എണ്ണം കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് സഹകാരി ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. സൈക്കോളജി എന്ന് പറയുന്ന ഏരിയയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ പേര് റിയാസ്. ഞാൻ വർഷങ്ങളായിട്ട് വിവിധ കോഴ്സുകളിൽ സൈക്കോളജി എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. നിങ്ങൾക്ക് സൈക്കോളജി എടുക്കാൻ ഞാനാണ് സഹകാരിയുടെ ഒപ്പം കൂടുക. അപ്പോൾ ആദ്യമായിട്ട് സൈക്കോളജി എന്താണെന്ന് പഠിക്കാം. നമുക്ക് സൈക്കോളജി എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ഉപയോഗമുള്ള ഒരു സാധനമാണ് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് ജീവിതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് സൈക്കോളജി അത് കുറച്ചുകൂടി ആപ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നില്ല. നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം. ഈ സൈക്കോളജി നിങ്ങൾക്ക് എന്തായാലും പ്രാക്ടിക്കൽ ലെവലിൽ വളരെ ഉപയോഗമുള്ളൊരു സംഗതി ആയിരിക്കും. നിങ്ങളുടെ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ സിലബസിലും പഠിക്കാനുള്ളത്. അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകൾക്ക് മിക്കവാറും സൈക്കോളജി എന്ന സബ്ജക്റ്റുമായിട്ടുള്ള ടച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, റിക്കവർ ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജോലികളിൽ വളരെയധികം സഹായകമാകാനും ഇത്തരം ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ സൈക്കോളജി എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വളരെ കൂളായിട്ട് വളരെ കാമായിട്ടിരിക്കുക. സൈക്കോളജി എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. There are different viewpoints that try to define psychology. സൈക്കോളജി എന്താണെന്ന് ഒരുപാട് നിർവചനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് സൈക്കോളജി എന്ന് എല്ലാ കാലത്തും വളരെയധികം ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. In the history of psychology, there are deep difference of opinion about what psychology should study and how it should study. സൈക്കോളജി എന്താണ് പഠിക്കേണ്ടത്, സൈക്കോളജി എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അഥവാ സൈക്കോളജിയിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്? മനുഷ്യനെ കുറിച്ചാണോ, അല്ലെങ്കിൽ മൃഗത്തെക്കുറിച്ചാണോ, മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണോ, മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചാണോ, അങ്ങനെ എന്തിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്? മാത്രമല്ല എങ്ങനെ പഠിക്കണം? മനുഷ്യനെ ഹിപ്നോട്ടിസ് ചെയ്താണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നടത്തിയാണോ പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ 2 പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സൈക്കോളജിയെ വ്യത്യസ്ത തട്ടുകളായിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് സ്കൂൾസ് ഓഫ് സൈക്കോളജി. അപ്പോൾ എന്താണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് മനസ്സിലാക്കുക. സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയുടെ കണ്ടന്റ്, സൈക്കോളജിയിൽ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈക്കോളജിയെ നമ്മൾ പല തലങ്ങളായിട്ട് തിരിക്കുന്നു. അതിനെ സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നു. അത് സെറ്റല്ലേ? സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജിയിൽ മനുഷ്യ മനസ്സിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ
മനുഷ്യന്റെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു എന്നാണോ, അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണോ? ഓരോന്നും വ്യത്യാസമാണ് അല്ലേ. മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചർ ആണെങ്കിൽ അത് മാത്രം പറയുന്ന ആളുകളുണ്ട്. ഇനി മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചർ അല്ല, അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്ന വേറെ ആളുകളുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നൊക്കെ പറയുന്നത് പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം സയൻസ് ആണ്, പക്ഷെ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കണ്ടന്റ് വ്യത്യാസമാണ് അല്ലേ. അതുപോലെ സോ സ്കൂൾസ് ഓഫ് സൈക്കോളജി പലതരത്തിലുണ്ട്. അപ്പം അത്തരം സ്കൂൾസ് ഓഫ് സൈക്കോളജിയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അതിലേക്ക് പോകുന്നതിന് മുന്നേ സൈക്കോളജി എന്നൊരു ടേം നമുക്ക് ജസ്റ്റ് ഒന്ന് കീറി മുറിക്കാം അല്ലേ. നിങ്ങൾ നേഴ്സസ് ആണ്, ഡോക്ടേഴ്സിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. ഒരു പക്ഷേ ഒരുപാട് സർവീസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് ഒരു നേഴ്സിനായിരിക്കും. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെ പഠിക്കും അല്ലേ. കീറി മുറിച്ച് ഇങ്ങനെ പഠിക്കാൻ പോവുകയാണ്. അതേപോലെ നമ്മൾ സൈക്കോളജിയും കീറി മുറിച്ച് പഠിക്കുകയാണ്. സൈക്കോളജി എന്ന ടേം എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് നോക്കാം. സൈക്കോളജി എന്ന പദം വന്നിട്ടുള്ളത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു ടേം ആയാലും, ഇംഗ്ലീഷിൽ ഏതൊരു ടേം ആയാലും ഒന്നെങ്കിൽ ഗ്രീക്ക് എന്നായിരിക്കും വന്നത്, അല്ലെങ്കിൽ ലാറ്റിനിൽ നിന്നാണ്. ഒന്നെങ്കിൽ ഗ്രീക്ക് അല്ലെങ്കിൽ ലാറ്റിൻ, നോർമലി അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സൈക്കോളജി എന്ന പദം ഗ്രീക്കിൽ നിന്നാണ് വന്നത്. അപ്പോൾ അതിനെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. സൈക്കോളജി ഒരു ക്ക് വരുന്നില്ലേ, അപ്പോൾ അത് ഗ്രീക്കിന്റെ ക്ക് ആണെന്ന് ഓർക്കുക കേട്ടോ. സൈക്ക് അല്ലെ, സൈക്ക്. അപ്പോൾ അവിടെ ഒരു ക്ക് വരുന്നുണ്ട്, അത് ഗ്രീക്കാണ്. എന്തല്ല, ലാറ്റിനോ ജർമ്മനോ ഒന്നുമല്ല, ഗ്രീക്കാണ്. ഇനി സൈക്കോളജി എന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്ന്, സൈക്കെ, ലോഗോസ് എന്ന രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിൽ സൈക്കെ എന്ന പദത്തിനർത്ഥം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സൈക്കെ എന്ന പദത്തിനർത്ഥം സോൾ അഥവാ ആത്മാവ് എന്നും, ലോഗോസ് എന്ന പദത്തിനർത്ഥം സ്റ്റഡി ഓഫ് എന്നുമാണ് കേട്ടോ. സ്റ്റഡി ഓഫ്, ഒന്നിനെ കുറിച്ചുള്ള പഠനം. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫും, സൈക്കെ എന്ന് പറഞ്ഞാൽ സോൾ എന്നുമാണ്. അപ്പോൾ സൈക്കെ ലോഗോസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് സോൾ എന്നായി അല്ലേ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സോൾ, ആത്മാവിനെ കുറിച്ചുള്ള പഠനം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആത്മാവിനെ കുറിച്ചാണോ സൈക്കോളജിയിൽ പഠിച്ചിട്ടുള്ളത്? അല്ല അല്ലേ. അപ്പോൾ ഇവിടെ സൈക്കോളജിയിൽ സ്റ്റഡി ഓഫ് സോൾ എന്ന് നിർവചനം വരാനുള്ള കാരണം ആദ്യകാലങ്ങളിൽ സ്റ്റഡി ഓഫ് സോൾ എന്നായിരുന്നു. അതിന് കാരണം സൈക്കോളജി ഒറിജിനേറ്റഡ് ഫ്രം ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വരുന്നത്. സൈക്കോളജി മാത്രമല്ല, ഒട്ടുമിക്ക സയന്റിഫിക് ബ്രാഞ്ചസും ഫിലോസഫിയിൽ നിന്നാണ് വരുന്നത്. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലുള്ള ഫിലോസഫേഴ്സിൽ നിന്നാണ് വരുന്നത് അല്ലേ. മെഡിക്കൽ സയൻസിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. ഹിപ്പോക്രാറ്റസ് ബേസിക്കലി ഒരു ഫിലോസഫർ ആണ് അല്ലേ. സോ സൈക്കോളജിയും ഫിലോസഫിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫിലോസഫിയിൽ സൈക്കോളജി എന്ന വിഷയത്തിൽ സ്റ്റഡി ഓഫ് സോൾ ആയിരുന്നു വന്നത്. അതുകൊണ്ടാണ് പദം സൈക്കോളജി എന്ന പദം വന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ സൈക്കോളജി എന്ന പദം സ്റ്റഡി ഓഫ് സോൾ എന്നാണ് അർത്ഥം. ആത്മാവിനെ കുറിച്ചുള്ള പഠനമാണ്. ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വന്നത്. അതുകൊണ്ടാണ് തുടക്കകാലങ്ങളിൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം നടത്തിയത് സൈക്കോളജി എന്ന പേര് സ്വീകരിച്ചത്. ഇനി സൈക്കോളജിയും ഫിലോസഫിയും തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഏകദേശം 100 വർഷത്തിൽ താഴെ ആകുന്നുള്ളൂ കേട്ടോ. ദ സ്പ്ലിറ്റ് ഫ്രം ഫിലോസഫി ആസ് എ സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡി വാസ് എ ലിറ്റിൽ ഓവർ 100 years ago. ഫിലോസഫി സൈക്കോളജി എന്ന ആ ഒരു സെപ്പറേഷൻ വന്നിട്ട് ഏകദേശം 100 വർഷത്തിൽ താഴെ ആകുന്നുള്ളൂ. ഇനി സൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സോൾസ് എന്ന അർത്ഥമാണ് എങ്കിലും നമ്മളിപ്പോൾ ആത്മാവിനെ കുറിച്ചല്ല പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താ പഠിക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നിർവചനങ്ങൾ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനമല്ല, മറിച്ച് മനുഷ്യ മനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 ആളുകളുടെ പേര് അവർ പറഞ്ഞ നിർവചനങ്ങൾ, അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ നിർവചനങ്ങൾ എല്ലാം മൊത്തത്തിൽ കാണാതെ പഠിക്കേണ്ട, അതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം ഓർത്ത് വയ്ക്കാം. ആദ്യത്തെ ആള് ജോൺ ഡ്യൂയി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഫാക്ട്സ്, വസ്തുതകളെക്കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. അതേപോലെ ഫിനോമിന എന്ന് പറഞ്ഞാൽ പ്രതിഭാസം അല്ലെ. ഫിനോമിനാസിനെ കുറിച്ചുള്ള പഠനം. ആരുടെ? ഓഫ് സെൽഫ്, സ്വത്വത്തിന്റെ അഥവാ നമ്മുടെ സെൽഫിന്റെ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട. എന്താണ് സെൽഫ് എന്ന് പറയുന്നത്? സെൽഫിന്റെ പവർ എന്താണ്? അതിന്റെ സ്ട്രെങ്ത് എന്താണ്? അതിന്റെ വീക്ക്നെസ് എന്താണ്? അതിനെ ഇൻസ്പയർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും?
ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ജോൺ ഡ്യൂയി ആണ്. ജോൺ ഡ്യൂയി ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്ര പഠിക്കുക, ഫുൾ പഠിക്കേണ്ട. ഡ്യൂയി ആണ് സെൽഫിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ? ഡ്യൂയി ആണ് സെൽഫിനെ കുറിച്ച് പറഞ്ഞത്. മനസ്സിൽ ഇങ്ങനെ ഓർക്കുക, നമ്മൾ ദേവി എന്ന് വിളിക്കുന്നു. സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾ ദേവി എന്ന് വിളിക്കും അല്ലേ? സ്വന്തം കാര്യം വരുമ്പോൾ, സ്വന്തം കാര്യം വരുമ്പോൾ ദേവി എന്ന് വിളിക്കും. അപ്പൊ കിട്ടില്ലേ? സെൽഫിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, ഫിനോമിനയെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ജോൺ ഡ്യൂയി ആണ്. അപ്പൊ നമ്മൾ സെൽഫിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദേവി എന്ന് വിളിക്കും എന്ന് ഓർക്കുക. ദെൻ അടുത്തത് വില്യം വൂണ്ട് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. വില്യം വൂണ്ട് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. വില്യം വൂണ്ട് സൈക്കോളജിയുടെ പിതാവ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തിലേക്ക് നമ്മൾ വരും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനിലേക്ക് വരുന്ന സമയത്ത്, ഇറ്റ് ആസ് ദ സയൻസ് ഓഫ് എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസ്. ഹി മെന്റ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളെ കുറിച്ചുള്ള പഠനം അല്ലെ? അനുഭവങ്ങൾ കൊണ്ട് അനുഭവങ്ങളെ പഠിക്കുക. കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നുന്നില്ല? അനുഭവങ്ങൾ കൊണ്ട് അനുഭവങ്ങളെ പഠിക്കുക. അതെങ്ങനെ അനുഭവങ്ങൾ കൊണ്ട് അനുഭവങ്ങളെ പഠിക്കുക എന്ന്? മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്ന ആളാണ്. ഒരുപാട് എക്സ്പീരിയൻസ്. ഇപ്പം നിങ്ങളുടെ പ്രൊഫഷൻ തന്നെ നോക്കുന്ന സമയത്ത് നേഴ്സിംഗിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആദ്യം എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ തോന്നും. പിന്നീട് നിങ്ങളത് ക്ലിയർ ആയി വരും. അല്ലെങ്കിൽ ഡ്രിപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെ, ട്രിപ്പിന് വേണ്ടി ഇഞ്ചക്ഷൻ കുത്തുന്ന സമയത്തൊക്കെ, സൂചി കുത്തുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ആദ്യം ഒരു വിറയലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നിങ്ങൾ പിന്നീട് എക്സ്പീരിയൻസ് ആയിട്ട് വരും അല്ലേ? അങ്ങനെ എക്സ്പീരിയൻസ് ആകാനുള്ള കാരണം നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് പിന്നീട് വരുന്ന എക്സ്പീരിയൻസിനെ, ഒരു എക്സ്പീരിയൻസ് മറ്റൊരു എക്സ്പീരിയൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് സൈക്കോളജിയിൽ പഠിക്കുന്നത് എന്ന് ആര് പറയുന്നു? വില്യം വൂണ്ട് പറയുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നിങ്ങളുടെ ജോലി തന്നെയാണ്. വൂണ്ട് മുറിവുകൾക്ക് നമ്മൾ വൂണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ? സ്പെല്ലിംഗ് വ്യത്യാസമാണ് മാത്രം. അപ്പോൾ മുറിവ് നന്നായിട്ട് കെട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. ഞാൻ നേഴ്സാണ്, അപ്പോൾ എനിക്ക് മുറിവ് നന്നായിട്ട് കെട്ടണമെങ്കിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ മുറിവ് നന്നായിട്ട് കെട്ടും. അപ്പോൾ മുറിവ് എക്സ്പീരിയൻസ്. വില്യം വൂണ്ട് ആണ് സൈക്കോളജിയെ കുറിച്ച് സയൻസ് ഓഫ് എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത്. ദെൻ അടുത്ത വാട്സൺ ആണ്. വാട്സൺ അഥവാ JB വാട്സൺ. നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് JB വാട്സൺ. ബിഹേവിയറിസത്തിന്റെ പിതാവാണ്. അതിലേക്കൊക്കെ നമ്മൾ വരും കേട്ടോ. ബിഹേവിയറിസത്തിന്റെ പിതാവാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം പറയുന്നത്, ബിഹേവിയറിസത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ പെരുമാറ്റത്തിനാണ് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുന്നത്. സൈക്കോളജി ഈസ് ദാറ്റ് ഡിവിഷൻ ഓഫ് നാച്ചുറൽ സയൻസ്. നാച്ചുറൽ സയൻസിലെ തന്നെ, പ്രകൃതി ശാസ്ത്രത്തിലെ തന്നെ ഒരു ഡിവിഷനാണ് സൈക്കോളജി. വിച്ച് ടേക്സ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യ സ്വഭാവത്തെ കുറിച്ചാണ് സൈക്കോളജി പഠിക്കുന്നത്. മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ദ ഡൂയിങ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആൻഡ് സേയിങ്സ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ബോത്ത് ലേൺഡ് ആൻഡ് അൺലേൺഡ്. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ചതും പഠിക്കാത്തതും ഉണ്ടാവും അല്ലെ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും. ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ലേൺഡും അൺലേൺഡും ആയിട്ടുള്ള കാര്യങ്ങൾ. ഓഫ് പീപ്പിൾ ആസ് സബ്ജക്റ്റ് മാറ്റർ. ആളുകളുടെ ആ ഒരു പെരുമാറ്റമാണ് സൈക്കോളജിയിൽ എന്ത് വരുന്നത്? പ്രധാന വിഷയമായിട്ട് വരുന്നത് എന്ന് ആര് പറഞ്ഞു? JB വാട്സൺ പറഞ്ഞു. അപ്പോൾ JB വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ പിതാവ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ, വാട്സൺ എന്നുള്ളത് എന്താ മകനെ? വാട്സൺ അല്ലെ? എന്ത് സ്വഭാവമാണ് മോനെ? വാട്സൺ അല്ലെ? എന്ത് സ്വഭാവമാണ് മോനെ? നീ എന്താണ് ചെയ്തത് മോനെ എന്ന രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ബിഹേവിയറിസവും വാട്സണും മാറിപ്പോവില്ല. സെറ്റ് അല്ലേ? അപ്പോൾ ജോൺ ഡ്യൂയി പറയുമ്പോൾ സെൽഫിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ദേവിയെ വിളിക്കുന്നു. അപ്പൊ സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഫാക്ട്സ് ഓർ ഫിനോമിന ഓഫ് സെൽഫ്. വൂണ്ട്, മുറിവ് നന്നായിട്ട് കെട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം. വൂണ്ട് സെഡ് ദാറ്റ് സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് എക്സ്പീരിയൻസ് ബൈ എക്സ്പീരിയൻസ്. ഇനി വാട്സൺ എന്ന് പറയുമ്പോൾ എന്താണ് മോനെ അല്ലെങ്കിൽ എന്താണ് മകനെ ഇങ്ങനെ ചെയ്യുന്നത്, പെരുമാറ്റം. വാട്സൺ ആണ് സൈക്കോളജിയെ കുറിച്ച് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞത്. അത് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ എന്നാൽ നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജിയിലേക്ക് നടക്കാം. നമ്മൾ പറഞ്ഞു സൈക്കോളജിയിൽ എന്താണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്കൂൾസ് ആയിട്ട് നമ്മൾ തരം തിരിക്കാറുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ ആ പ്രധാനപ്പെട്ട കുറച്ച് സ്കൂൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലൊന്ന് സ്ട്രക്ചറലിസം അഥവാ ഘടനാവാദം. ഓക്കെ അല്ലേ? ഘടനാവാദം അഥവാ സ്ട്രക്ചറലിസം. നമ്മൾ നേരത്തെ പറഞ്ഞ വില്യം വൂണ്ട് ഉണ്ടല്ലോ, വില്യം വൂണ്ട് തന്നെയാണ് സ്ട്രക്ചറലിസത്തിന്റെ പിതാവ്. വില്യം വൂണ്ടാണ്. മുറിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെയും കാലിൻ്റെയൊക്കെ സ്ട്രക്ചർ അങ്ങ് മാറും എന്നോർക്കുക. മുറിവ് വന്നു കഴിഞ്ഞാൽ കൈയുടെയും കാലിൻ്റെയൊക്കെ സ്ട്രക്ചർ മാറുന്നു. അപ്പോൾ വില്യം വൂണ്ടാണ് സ്ട്രക്ചറലിസത്തിന്റെ പിതാവ്. സ്ട്രക്ചർ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യ മനസ്സിന്റെ ഘടനയെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ മനസ്സിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് സ്ട്രക്ചറലിസം എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്. ആരാണ് സ്ട്രക്ചറലിസത്തിന്റെ പിതാവ്? വില്യം വൂണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഏർലി സ്കൂൾ ഓഫ് തോട്ട് ഗ്രൂ അപ്പ് അറൌണ്ട് ദ ഐഡിയാസ് ഓഫ് വില്യം വൂണ്ട് ആൻഡ് എഡ്വേർഡ് ബി ടിഷ്നർ. വില്യം വൂണ്ടും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ടിഷ്നറും കൂടി ചേർന്ന് വികസിപ്പിച്ചതാണ് സ്ട്രക്ചറലിസം. അപ്പൊ ഇതിനെ ഫൗണ്ട് ചെയ്തത് വില്യം വൂണ്ടാണ്, വികസിപ്പിക്കുന്നത് ടിഷ്നറാണ് കേട്ടോ. അക്കോർഡിംഗ് ടു ദം ദ മൈൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബേസിക് യൂണിറ്റ്സ്. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് വിവിധ അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. എന്തൊക്കെ വരുന്നു ആ സ്ട്രക്ചറിൽ? എന്തൊക്കെ വരുന്നു? സെൻസേഷൻ എന്ന് പറഞ്ഞാൽ സെൻസറി ഓർഗൻസിലൂടെ നമ്മൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനാണ് സെൻസേഷൻ അല്ലെ? നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സ്പർശിക്കുന്നത്, ഇതെല്ലാം ഓരോ സെൻസേഷനാണ്. അപ്പോൾ സെൻസേഷനിലൂടെയാണ് മനുഷ്യന്റെ മനസ്സ് രൂപപ്പെടുന്നത്. അതേപോലെ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, ഇമേജ് ചിത്രങ്ങൾ അല്ലെങ്കിൽ രൂപങ്ങൾ, ഇമോഷൻ വികാരങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യ മനസ്സിന് രൂപം നൽകുന്ന ബേസിക് യൂണിറ്റ്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ ബേസിക് യൂണിറ്റ് ആയിട്ട് പറയുന്നത് സെൻസേഷൻ, ഐഡിയാസ്, ഇമോഷൻസ്, ദെൻ ഇമേജ് അല്ലെ? സെൻസേഷൻ, ഐഡിയ, ഇമേജ്, ഇമോഷൻ. ഓക്കെ അല്ലേ? സോ ഇതെല്ലാം സൈക്കോളജിയുടെ കണ്ടന്റ് ആയിട്ട്. അപ്പൊ സൈക്കോളജി എന്ത് പഠിക്കുന്നു? മനുഷ്യ മനസ്സിന്റെ ബേസിക് യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്നു. എന്തൊക്കെയാണ് ബേസിക് യൂണിറ്റുകൾ? സെൻസേഷൻ, ഐഡിയാസ്, ഇമേജ്, ഇമോഷൻ. ഇത് നമുക്ക് സിം എന്ന രീതിയിൽ ഓർക്കാം കേട്ടോ. സിം എന്ന് എഴുതുമ്പോൾ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. SIEM. സാധാരണ സിം നമ്മൾ SIM എന്ന് എഴുതും അല്ലെ? ഫോണിലിടുന്ന സിം. ഇത് SIEM, സിം. അപ്പോൾ S ഫോർ സെൻസേഷൻ, I ഫോർ ഐഡിയാസും ഉണ്ട്, ഇമേജും ഉണ്ട്. പിന്നെ വരുന്ന EM, ഇമോഷൻ. അപ്പോൾ സിം. ഓക്കെ അല്ലേ? അത് പഠിച്ചു വെക്കുക. അപ്പോൾ സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ ഒന്നാമത്തത് സ്ട്രക്ചറലിസം ആണ്. അപ്പോൾ ആദ്യത്തെ സ്കൂൾ ഓഫ് സൈക്കോളജി സ്ട്രക്ചറലിസം ആണ്. ഇതിന്റെ പിതാവ് വില്യം വൂണ്ടാണ്. വില്യം വൂണ്ടിന്റെ ശിഷ്യൻ ടിഷ്നറാണ്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. വില്യം വൂണ്ട് അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു സൈക്കോളജിക്കൽ ലാബ് സ്ഥാപിക്കുന്നത്. വില്യം വൂണ്ടാണ് 1879 ജർമ്മനിയിലെ ലിപ്സിഗിലാണ് വില്യം വൂണ്ട് ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറി സ്ഥാപിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കുന്നത് വില്യം വൂണ്ടാണ്. അപ്പൊ ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ശാസ്ത്രീയ പഠനം തുടങ്ങി വെക്കുന്നത്. അപ്പൊ പഠനം നടത്തണമെങ്കിൽ ഒരു ലാബ് വേണമല്ലോ. ആ ലാബ് സ്ഥാപിച്ചതും വില്യം വൂണ്ടാണ്. ജർമ്മനിയിലെ ലിപ്സിഗിലാണ് സ്ഥാപിച്ചത് എന്നുകൂടി ഓർത്തു വെക്കുക. ദെൻ അടുത്തത് ഫങ്ഷണലിസം ആണ്. അപ്പോൾ സ്ട്രക്ചറലിസം എന്താ ചെയ്തത്? മനുഷ്യ മനസ്സിന്റെ ഘടനയെ കുറിച്ച് പറഞ്ഞു. മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞു വെക്കുകയേ ചെയ്തിട്ടുള്ളൂ. എന്ത് പറഞ്ഞില്ല? മനുഷ്യ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞില്ല കേട്ടോ. മനുഷ്യ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആര് പറഞ്ഞില്ല? സ്ട്രക്ചറലിസം പറഞ്ഞില്ല. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് ആര് പറഞ്ഞു? പിന്നീട് വന്ന ഫങ്ഷണലിസം. അപ്പോൾ ഓരോ സ്കൂൾ ഓഫ് സൈക്കോളജിയും വരാനുള്ള കാരണം തൊട്ട് മുന്നേ കഴിഞ്ഞ സ്കൂൾ ഓഫ് സൈക്കോളജി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് അടുത്ത ആൾ വരുന്നത് അല്ലേ? ഇപ്പോൾ സിനിമകൾക്ക് സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പാർട്ടിൽ കുറേ കാര്യങ്ങൾ പറയാൻ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടാവും സെക്കൻഡ് പാർട്ട് ഇറങ്ങാൻ. അതേപോലെയാണ് ഓരോ സ്കൂൾ ഓഫ് സൈക്കോളജിയും. ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ അവർ ബാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അത് ഫില്ല് ചെയ്തുകൊണ്ടാണ് അടുത്ത സ്കൂൾ ഓഫ് സൈക്കോളജി വരുന്നത്. അപ്പം അടുത്ത സ്കൂൾ ഓഫ് സൈക്കോളജി ഫങ്ഷണലിസം ആണ് കേട്ടോ. ഫങ്ഷണലിസം ആണ്. അപ്പോൾ ഫങ്ഷണലിസം വരുന്ന സമയത്ത് അവിടെ
മനുഷ്യ മനസ്സ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇറ്റ് എമേർജ്ഡ് ബൈ ജോൺ ഡ്യൂയി, ജെയിംസ് ആംഗിൾ, ഹാർവേ കാർ, അതേപോലെ വില്യം ജെയിംസ് കേട്ടോ. വില്യം ജെയിംസ് ഉണ്ട് ഈ കൂട്ടത്തിൽ. വില്യം ജെയിംസ് തുടങ്ങിയ സൈക്കോളജിസ്റ്റുകളാണ് ഫങ്ഷണലിസത്തെ കുറിച്ച് പറഞ്ഞത്. ദെൻ അവർ പറയുന്നത് എന്താ? സ്റ്റഡി വാട്ട് മൈൻഡ് ആൻഡ് ബിഹേവിയർ ഡു. മനുഷ്യന്റെ മനസ്സും സ്വഭാവവും എന്താണ് ചെയ്യേണ്ടത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഫങ്ഷൻ, ഹ്യൂമൻ മൈൻഡിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ ഫങ്ഷൻ എന്താണെന്നാണ് ഫങ്ഷണലിസത്തിൽ ഡിസ്കസ്. ഈ സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും വളരെ പുരാതനമായിട്ടുള്ളതാണ്. നമ്മൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, വിശദമായിട്ട് ഇന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ അസ്ഥിരപ്പെട്ടു പോയ സാധനമാണ്. അതിനൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഫങ്ഷണലിസം, സ്ട്രക്ചറലിസം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ വക്താക്കൾ ജോൺ ഡ്യൂയി, വില്യം ജെയിംസ്, ജെയിംസ് ആംഗിൾ, ഹാർവേ കാർ. എല്ലാ പേരും കൂടി പഠിച്ചു വെക്കേണ്ട. ജോൺ ഡ്യൂയി, വില്യം ജെയിംസ്, ഈ 2 പേര് മാത്രം അവിടെ ഓർത്തിരിക്കുക. ഇനി ബിഹേവിയറിസത്തിലേക്ക് വരാം. ബിഹേവിയറിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് ബിഹേവിയറിസം. ബിഹേവിയറിസത്തിന്റെ പിതാവ് ആരാ? എന്താ മോനെ ഇങ്ങനെ പെരുമാറുന്നത് അല്ലേ? അപ്പോൾ വാട്സൺ. എന്താണ് മോനെ? വാട്സൺ. അപ്പോൾ ദിസ് സ്കൂൾ ഓഫ് തോട്ട് വാസ് ഗിവൺ ബൈ ജോൺ ബി വാട്സൺ അഥവാ JB വാട്സൺ. JB വാട്സൺ ആണ് ബിഹേവിയറിസത്തിന്റെ പിതാവ്. ഹി റെസ്ട്രിക്റ്റഡ് ടു ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ദ ഒബ്സർവബിൾ ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ ആൻഡ് ആനിമൽസ്. അപ്പോൾ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെ കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പഠന വിധേയമാക്കുന്നുണ്ട്. കാരണം പരീക്ഷണങ്ങളൊക്കെ അവർ ചെയ്യുന്നത് മൃഗത്തിലാണ്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമാണ്. മനുഷ്യന്റെ ആകട്ടെ മൃഗങ്ങളുടെ ആകട്ടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് ബിഹേവിയറിസം പഠന വിധേയമാക്കുന്നത്. അപ്പോൾ ബിഹേവിയറിസം എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്. ബിഹേവിയർ ഹ്യൂമൻ ബിഹേവിയർ ആണ് എടുത്ത് പറയുമെങ്കിലും ബിഹേവിയർ എന്ന് പറയുമ്പോൾ ദ ഒബ്സർവബിൾ ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾ ആൻഡ് ആനിമൽസ്, മൃഗങ്ങളുടെയും മനുഷ്യന്റെയും ഒബ്സർവബിൾ, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ എന്ന് എടുത്തു പറയാനുള്ള കാരണം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ മനസ്സിൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അല്ലേ? ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെ ചിന്തകൾ വന്നാലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ബിഹേവിയറിസം ഡിസ്കസ് ചെയ്യൂ. ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ആക്ടിവിറ്റീസ് അഥവാ മെന്റൽ പ്രോസസ് ഒന്നും അവിടെ ഡിസ്കഷനിൽ വരില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ കുറേ പഴുതുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? He emphasized that data of psychology should be observable and measurable. സൈക്കോളജിയുടെ ഡാറ്റാസ് എപ്പോഴും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതും അളക്കാൻ കഴിയുന്നതുമാകണം അല്ലെ? ഒരു പ്രവർത്തനം നമുക്ക് നിരീക്ഷിച്ച് അതിനെ കൃത്യമായിട്ടും അത് എത്രത്തോളം മികച്ചതാണ് അല്ലെങ്കിൽ എത്രത്തോളം മോശപ്പെട്ടതാണ് എന്ന് മെഷർ ചെയ്യാൻ കഴിയണം എന്നാണ് ആര് പറയുന്നത്? JB വാട്സൺ പറയുന്നത്. There was emphasis on learned rather than unlearned behavior. അപ്പോൾ ഇവിടെ ലേൺഡും അൺലേൺഡ് ബിഹേവിയർ നമ്മൾ പഠന വിധേയമാക്കും എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ? വാട്സൺ പറഞ്ഞത് മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച്. അത് ലേൺഡ് ആയിട്ടുള്ളതാകട്ടെ അൺലേൺഡ് ആയിട്ടുള്ളതാകട്ടെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുമെന്ന് തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് നൽകുന്നത് ലേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഥവാ നമ്മൾ പഠിച്ച് ചെയ്യുന്ന പെരുമാറ്റങ്ങൾ. പഠിച്ചു ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ലേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഏതിനേക്കാൾ? ദാൻ അൺലേൺഡ് ബിഹേവിയർ. അൺലേൺഡ് ബിഹേവിയറിനേക്കാൾ ലേൺഡ് ബിഹേവിയറിനാണ് പ്രാധാന്യം നൽകുന്നത്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ? നമ്മൾ പഠിച്ച് ചെയ്യുന്ന, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്, അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ? അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഇറ്റ് ഡിനൈഡ് എംഫസിസ് ഓൺ innate behavior as he did not believe. ഒരാളുടെ ഇന്നേറ്റ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അയാളുടെ ജന്മനാ ഉള്ള സ്വഭാവം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല. അദ്ദേഹത്തിന് വിശ്വാസം ഇല്ലാത്തതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശ്വാസമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഓരോ സ്വാഭാവിക പ്രകൃതം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു പെരുമാറ്റം ഉണ്ടാവുമല്ലോ, അതിനെ അദ്ദേഹം നിരാകരിച്ചു. അതങ്ങനെ അല്ല, നമുക്ക് ആ പെരുമാറ്റത്തെ മാറ്റിയെടുക്കാൻ കഴിയും. നമുക്കെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറ്റത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ കഴിയും എന്നാണ്
ആര് പറഞ്ഞിട്ടുള്ളത്? വാട്സൺ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ബിഹേവിയറിസത്തിന്റെ സ്ഥലത്ത് നിങ്ങൾ ഓർക്കേണ്ട സാധനം, ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ മനുഷ്യ പെരുമാറ്റം, മനുഷ്യന്റെ മാത്രമല്ല മൃഗത്തിന്റെയും ഒബ്സർവബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പഠനവിധേയമാക്കുന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് എപ്പോഴും ഒബ്സർവും മെഷറും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ സൈക്കോളജി പഠനവിധേയമാക്കുകയുള്ളൂ. ലേൺഡ് അൺലേൺഡ് ബിഹേവിയർ രണ്ടും പഠനവിധേയമാക്കുമെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ലേൺഡ് ബിഹേവിയറിനാണ്. ഓക്കെ അല്ലേ? പിന്നെ അദ്ദേഹം ഇന്നേറ്റ് ബിഹേവിയർ, മനുഷ്യന്റെ സ്വാഭാവിക പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ അവന്റെ ജന്മന സഹജമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, അതിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകിയില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പെരുമാറ്റത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ബിഹേവിയർസ് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പോൾ ഒരു നായയെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നു. അപ്പൊ നായ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ? നായയെ നമ്മൾ സിറ്റ് എന്ന് പറയുമ്പോൾ നായ ഇരിക്കുന്നു. അപ്പൊ സിറ്റ് എന്ന് പറയുമ്പോൾ നായ ഇരിക്കാൻ ശീലിക്കുന്നത് അവന് ജന്മനാ കിട്ടിയ സ്വഭാവമല്ല, നമ്മൾ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പൊ അത് ലേൺഡ് ബിഹേവിയർ ആണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ലേൺഡ് ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അൺലേൺഡ് ബിഹേവിയറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിൽ വിശ്വസിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ അല്ലേ? ഇനി ഗസ്റ്റാൾട്ട് സൈക്കോളജി. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന പേര് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഗസ്റ്റാൾട്ട് അതൊരു സൈക്കോളജിസ്റ്റിന്റെ പേരായിരിക്കും എന്നല്ലേ. എന്നാൽ ഗസ്റ്റാൾട്ട് എന്ന പദം അത് ഒരു വ്യക്തിയുടെ പേരല്ല, അതൊരു ഗ്രീക്കല്ല, ജർമ്മൻ പദമാണ് കേട്ടോ. ഗ്രീക്ക് അല്ല എന്ന് എടുത്ത് പറയാൻ കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നാണ് അധികം പദങ്ങൾ വരുന്നത്. അപ്പൊ പഴയ ഓൾഡസ്റ്റ് ടേംസ് ഒക്കെ വരുന്നത് ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നാണ് അല്ലേ. ഗസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പുതിയ ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ്. അപ്പൊ ഈ പദം വന്നിട്ടുള്ളത് ഗ്രീക്കിൽ നിന്നല്ല, ജർമ്മനി. അപ്പോൾ ജിഇ എന്ന് അവിടെ തന്നെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ജർമ്മൻ പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ ജർമ്മനി. ജർമ്മനിയിലാണ് അത് ഫൗണ്ട് ചെയ്തത്. അതുകൊണ്ടാണ് ജർമ്മൻ പദത്തിൽ നിന്ന് വന്നത്. അതിന്റെ മീനിങ് ഫോം, രൂപം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അഥവാ ഘടന, പാറ്റേൺ, ഈ ഒരു മീനിങ് ആണ്. ഫോം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ അർത്ഥത്തിനാണ് ഗസ്റ്റാൾട്ട് എന്ന പദം വന്നിട്ടുള്ളത്. Gestalt psychologists believed that mind is best understood in terms of the ways elements are organized. എങ്ങനെയാണ് ഒരു വസ്തു അതിൻ്റെ എലമെന്റ്സ് എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ടും മൈൻഡിൽ കത്തുന്നത്. അഥവാ നമ്മളൊരു മാല ഉണ്ടാക്കുന്നു അല്ലേ. മാല ഉണ്ടാക്കുന്ന സമയത്ത് മാലയിൽ ഓരോ മുത്തുകളും കോർത്ത് വെച്ച് നമ്മൾ മാല ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് മാല നോക്കിയിട്ട് ഇത് നൂലിൽ കുറേ മുത്തുകൾ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്നത്. നേരെ മറിച്ച് കുറച്ച് മുത്തുകൾ വാരി ഇങ്ങനെ വിതറിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഒരു കാര്യം അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു കാര്യങ്ങൾ ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് ദ വേസ് എലമെന്റ്സ് ആർ ഓർഗനൈസ്ഡ്. ഒരു കാര്യങ്ങൾ കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുമ്പോഴാണ് നന്നായിട്ട് മനസ്സിലാകുന്നത്. അല്ലാതെ വളരെ ജംബിൾഡ് ആയിട്ട് അങ്ങനെ ചന്നഭിന്നമായി നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഒന്നും മനസ്സിലാകില്ല. ഇതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. അവിടെ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കോഫ്ക, അതേപോലെ കഹ്ലർ ഉണ്ട്, മാക്സ് വെർത്തിമർ, അങ്ങനെ പല പേരുകളുണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം വരും ക്ലാസ്സുകളിൽ നമ്മൾ അത് നോക്കാം. അപ്പോൾ ഇത് ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്താണെന്ന് മനസ്സിലേക്ക് കയറ്റി വെച്ചേക്കാം. ഇതിനടുത്ത സൈക്കോ അനാലിസിസ് അഥവാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് സൈക്കോ അനാലിസിസ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എക്സാമിന് സ്ഥിരം ചോദ്യം വരുന്നതാണ്. നമ്മൾ അടുത്തൊരു ക്ലാസ്സിന് പഠിക്കാൻ പോകുന്നത് സൈക്കോ അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മളൊരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ ഓവർവ്യൂ ആണ് തരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭ്യമാകുന്നതാണ്. സൈക്കോ അനാലിസിസ്, ഫാദർ ഓഫ് സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ്, മോഡേൺ സൈക്കോളജിയുടെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പോൾ സൈക്കോ ഫ്രോയിഡ് എന്ന് ഓർക്കുക കേട്ടോ. സൈക്കോ ഫ്രോയിഡ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഇറ്റ് ഈസ് നോട്ട് എ സ്കൂൾ ഓഫ് സൈക്കോളജി ബട്ട് ഹാസ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് on the thinking and theorizing of many psychologists. ഇത് വെറും ഒരു സ്കൂൾ ഓഫ് സൈക്കോളജി അല്ല, മറിച്ച് പിൽക്കാലത്ത് വന്ന എല്ലാ സൈക്കോളജിസ്റ്റുകളിലും നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. സിഗ്മണ്ട് ഫ്രോയിഡിന് ശേഷം വരുന്ന എല്ലാ സൈക്കോളജിസ്റ്റുകളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് സൈക്കോ അനാലിസിസ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എന്താണ് സൈക്കോ അനാലിസിസ് എന്നുള്ളത്
നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് ഒരുപാട് പറയാനുണ്ട്, ഇപ്പം നമ്മൾ തുടങ്ങിയാൽ അത് കഴിയില്ല. ഓക്കെ അല്ലേ? സോ നമ്മൾ പ്രധാനപ്പെട്ട സ്കൂൾ ഓഫ് സൈക്കോളജിയാണ് പഠിച്ചിട്ടുള്ളത്. സ്കൂൾ ഓഫ് സൈക്കോളജിയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്ട്രക്ചറലിസം, മനുഷ്യന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത് സ്ട്രക്ചറലിസം അല്ലേ. അതാരാണ് അതിൻ്റെ വക്താവ്? വില്യം വൂണ്ടും ടിച്ച്നറുമാണ്. പിന്നെ നമ്മൾ ഫങ്ഷണലിസത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ നമ്മൾ ജോൺ ഡ്യൂയും വില്യം ജെയിംസ് ഒക്കെ പറഞ്ഞു. ഫങ്ഷണലിസത്തിൽ മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദെൻ ഗസ്റ്റാൾട്ട് ബിഹേവിയറിസം പറഞ്ഞു, ഗസ്റ്റാൾട്ട് സൈക്കോളജി പറഞ്ഞു. ബിഹേവിയറിസം, വാട്സൺ എന്താ മകനെ എന്ന രീതിയിൽ നമ്മൾ ഓർത്തു. ദെൻ ഗസ്റ്റാൾട്ട് സൈക്കോളജി, അത് ഒരു കാര്യം നമ്മൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട്, അതിനെ മൊത്തത്തിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ ചിന്തകൾ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഗസ്റ്റാൾട്ട് ജർമ്മൻ വേർഡാണ്. അതിന്റെ മീനിങ് ഫോം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ആണെന്ന് പറഞ്ഞു. കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാലും രൂപം, ഘടന, പാറ്റേൺ, ഈ ഒരു മീനിങ് ഒക്കെ തന്നെയാണ്. ദെൻ അവസാനമായിട്ട് നമ്മൾ സൈക്കോ അനാലിസിസ് അഥവാ സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അതിന്റെ പിതാവ്. അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ വരുന്ന ക്ലാസ്സുകളിലേക്ക് കടക്കും എന്ന് പറഞ്ഞു. ദെൻ അടുത്ത സ്കോപ്പ് ഓഫ് സൈക്കോളജി, സൈക്കോളജിയുടെ സാധ്യതകൾ. അപ്പൊ ഏതൊക്കെ തലത്തിലാണ് നമുക്ക് സൈക്കോളജി സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്കോപ്പ് ഓഫ് സൈക്കോളജി വളരെ സിമ്പിളാണ്, പഠിച്ചു പോവുക, ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. വലിയ തിയറീസ് ഒന്നുമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. ജനറൽ സൈക്കോളജി, പൊതുവായിട്ടുള്ള മനഃശാസ്ത്രം. അപ്പൊ ഈ പൊതുവായിട്ടുള്ള മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരു ജനറൽ ആസ്പെക്ട് ഉണ്ടാവും. അതിൽ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടാവും. അതാണ് ജനറൽ സൈക്കോളജി. ഒരു സൈക്കോളജിയിൽ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് തത്വങ്ങളാണ് ജനറൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ സൈക്കോളജിയുടെ സ്കോപ്പിലൊന്ന് ജനറൽ സൈക്കോളജിയാണ്. എക്സ്പ്ലെയിൻസ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ പ്രോസസ്സസ്, ലേണിംഗ്, പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ്, മോട്ടിവേഷൻ. അപ്പോൾ സൈക്കോളജിയുടെ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പെർസെപ്ഷൻ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ ഓർമ്മ, മെമ്മറിയെക്കുറിച്ച്, തിങ്കിങ്, നമ്മുടെ ചിന്ത, നമ്മുടെ മോട്ടിവേഷൻ, ഇവകളെക്കുറിച്ചുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ജനറൽ സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജി എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജനറൽ സൈക്കോളജി ആണെങ്കിൽ, സൈക്കോളജി പല ടൈപ്പ് ഉണ്ട്, ഇത് ടൈപ്പ് ആണ് കേട്ടോ, ടൈപ്പ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്കൂൾസ് ഓഫ് സൈക്കോളജിയാണ്. ഇത് സൈക്കോളജിയുടെ പല സബ് ഡിവിഷൻസ് ആണ്, അല്ലെങ്കിൽ പല ടൈപ്സ് ആണ് അല്ലേ. നമ്മളിപ്പോൾ സയൻസ് തന്നെ നമ്മൾ പറയാറില്ലേ, ബേസിക് സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ ജനറൽ സൈക്കോളജിയിൽ വളരെ ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഏതിനെ കുറിച്ച്? ലേണിംഗ്, പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ്, മോട്ടിവേഷൻ, അഥവാ ചിന്ത, ഓർമ്മ, അതേപോലെ പ്രചോദനം, പെർസെപ്ഷൻ, മനസ്സിലാക്കൽ, പഠനം, ഇത്തരം കാര്യങ്ങളാണ് ജനറൽ സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഫിസിയോളജിക്കൽ സൈക്കോളജി ഉണ്ട്. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ശാരീരികം എന്നാണ്, ബയോളജിക്കലാണ് കേട്ടോ. സൈക്കോളജിക്കലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ചില ആളുകൾക്ക് ഫിസിയോളജിക്കൽ കണ്ടാലും സൈക്കോളജിക്കൽ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ജൈവികം അല്ലെങ്കിൽ ശാരീരികം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ് ഫിസിയോളജിക്കൽ. ട്രൈസ് ടു സ്റ്റഡി ദ ഫണ്ടമെന്റൽ കോസസ് ഓഫ് ബിഹേവിയർ, സ്വഭാവം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇപ്പോൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന പെരുമാറ്റം, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളുണ്ടാവും അല്ലെ, പെട്ടെന്ന് കരയുന്ന ആളുകൾ. അപ്പൊ എന്തുകൊണ്ട് അവന് ആ ഒരു ഇമോഷൻസ് പെട്ടെന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം പെട്ടെന്നുണ്ടാകുന്നു എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ വരുന്നത്. ദെൻ കമ്പാരിറ്റീവ് സൈക്കോളജി ഉണ്ട്. കമ്പാരിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുക. ആരൊക്കെയാണ് കമ്പയർ ചെയ്യേണ്ടത്? ആനിമൽ, ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ പെരുമാറ്റം, മൃഗങ്ങളുടെ പെരുമാറ്റം. അപ്പൊ മനുഷ്യ പെരുമാറ്റത്തെയും മൃഗങ്ങളുടെ പെരുമാറ്റത്തെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സൈക്കോളജിയാണ് കമ്പാരിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിലാക്കി പോവുക. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജി, സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കത്തണം, സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. കൺസേൺഡ് വിത്ത് ഇൻക്രീസിംഗ് എഫിഷ്യൻസി ഓഫ് ലേണിംഗ് ഇൻ സ്കൂൾ, സ്കൂളിൽ കുട്ടികളുടെ പഠനത്തിന്റെ എഫിഷ്യൻസി കൂട്ടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ്. എങ്ങനെ? ബൈ അപ്ലൈയിങ് ദെയർ സൈക്കോളജിക്കൽ നോളജ് അബൌട്ട് ലേണിംഗ്, മോട്ടിവേഷൻ, പഠനം, പ്രചോദനം തുടങ്ങിയ കാര്യങ്ങൾ മനഃശാസ്ത്രപരമായി മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള എഫിഷ്യൻസി കൂട്ടുക. ഡയഗ്നോസിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ട്രൈയിങ് ടു റെമഡി ദം,
പഠന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ദൗത്യം. പഠനത്തെ വർദ്ധിപ്പിക്കുക, പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി അത് നീക്കം ചെയ്യുക. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഡെവലപ്മെന്റൽ സൈക്കോളജി പേര് കേൾക്കുമ്പോൾ തന്നെ ഡെവലപ്മെന്റ്, വികാസത്തെക്കുറിച്ചുള്ള സൈക്കോളജിയാണ്. അപ്പോൾ എന്തിന്റെ വികാസം? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് ബിഹേവിയർ ബൈ സ്റ്റഡിയിങ് ദിയർ ബിഗിനിങ്സ്. മനുഷ്യന്റെ പെരുമാറ്റം വളരെ കോംപ്ലക്സ് ആണ് അല്ലേ? അപ്പോൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു പെരുമാറ്റത്തെ, അതിന്റെ തുടക്കം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദ ഓർഡർലി വേസ് ഇൻ വിച്ച് ദേ ചേഞ്ച് വിത്ത് ടൈം. സമയം അനുസരിച്ച് അതിൽ എന്തൊക്കെ മാറ്റം വരുന്നു. അപ്പോൾ ചില കുട്ടികൾ ആദ്യം ചെറിയ വാശികൾ കാണിക്കും അല്ലേ? ചെറിയ പിടിവാശി കാണിക്കും, പിന്നീട് ആ പിടിവാശികൾ കൂടുന്നു. അപ്പോൾ അവൻ്റെ പിടിവാശി എവിടെ നിന്ന് തുടങ്ങി, അതിന് എന്തൊക്കെ മാറ്റം വന്നു, അതിൻ്റെ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് വന്നത് തുടങ്ങി അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പോൾ മനുഷ്യന്റെ കോംപ്ലക്സ് ബിഹേവിയർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ വികാസം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഒക്കെ റാപ്പിഡ്ലി ഇൻ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇവിടെ വികാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്പീഡിൽ നടക്കും അല്ലേ? അഥവാ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഡെവലപ്മെന്റ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫിൽ വളരെ സ്പീഡായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും അത് ചൈൽഡ് സൈക്കോളജിയാണ്. ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത് ചൈൽഡ് സൈക്കോളജിയാണ് കേട്ടോ, ചൈൽഡ് സൈക്കോളജിയാണ്. The study of children behavior comprises a large part of developmental psychology. അപ്പോൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ ഇരിപ്പുണ്ട് അല്ലേ? ചെറിയ കുട്ടി എന്ന് പറയുന്നത്, അഥവാ ചെറിയ കുട്ടി എന്ന് പറയുമ്പോൾ ഇൻഫാൻറ്റ് മുതൽ കുട്ടി എവിടെ എത്തുന്നു, ചൈൽഡ്ഹുഡിലേക്ക് എത്തുന്നു. ദെൻ ചൈൽഡ്ഹുഡിൽ നിന്നും the change also occurs in adolescence, adulthood, old age, and so study of these changes also a part of developmental psychology. അപ്പോൾ ഒരു കുട്ടി ചെറുതായിരിക്കുന്ന സമയത്ത് അവൻ്റെ വികാസങ്ങൾ കൂടുതൽ സംഭവിക്കുന്നു. പിന്നെ ചൈൽഡ്ഹുഡിൽ നിന്നും അഡോളസൻസ്, കൗമാരത്തിലേക്ക് പോകുന്നു. പിന്നെ യൗവനത്തിലേക്ക് പോകുന്നു, വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. ഇവിടെ എല്ലാ മനുഷ്യനിലും എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് നിൽക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ഇന്നർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന്റെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, നടന്നുകൊണ്ടേയിരിക്കുന്നു. ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇവകളെല്ലാം പഠിക്കുന്നതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പോൾ ഒന്നുമില്ല, ഡെവലപ്മെന്റ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പെരുമാറ്റം, കോംപ്ലക്സ് ബിഹേവിയർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. ഇനി നമ്മുടെ മാറ്റങ്ങൾ ഏറ്റവും സ്പീഡിൽ നടക്കുന്നത് കുട്ടിക്കാലത്താണ്. അപ്പം അതിനെക്കുറിച്ച് പരാമർശിക്കാൻ വളരെ വിശാലമായിട്ടുള്ള ചൈൽഡ് സൈക്കോളജി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ മാത്രമല്ല, അഡോളസൻസിലും അഡൽട്ട്ഹുഡിലും ഓൾഡ് ഏജിലും എല്ലാം മനുഷ്യനിൽ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതിനെല്ലാം കുറിച്ച് ഡെവലപ്മെന്റൽ സൈക്കോളജി വിശാലമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഇപ്പം എല്ലാ മേഖലകളിലും സൈക്കോളജി വന്നിട്ടുണ്ട് അല്ലേ? എല്ലാ മേഖലകളിലും ഉണ്ട്. So the first application of psychology to the problem of industries and organization was the use of intelligence and aptitude test in selecting employees. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ സംഘടിത രംഗത്ത് സൈക്കോളജി അപ്ലൈ ചെയ്യാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിയെ, എംപ്ലോയിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവൻ്റെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നു, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ? ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നതും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ സൈക്കോളജിയിലൂടെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നീട് ആ തൊഴിലാളി അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയി ജോലി ചെയ്യുന്ന സമയത്ത് ദ പ്രോബ്ലം ഓഫ് മാനേജ്മെൻറ്റ് എംപ്ലോയീസ് ട്രെയിനിങ്, അവന് ട്രെയിനിങ് കൊടുക്കും അല്ലേ? അതും സൈക്കോളജിയുടെ കീഴിൽ വരുന്നതാണ്. സൂപ്പർവിഷൻ, മേൽനോട്ടങ്ങൾ, ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ, പരസ്പര ആശയവിനിമയം, കൗൺസിലിംഗ്, എംപ്ലോയീസിനെ കൗൺസിലിംഗ് ചെയ്യുക, ഇതെല്ലാം സൈക്കോളജിയുടെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആർ അപ്ലൈഡ് ടു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് വർക്ക് ആൻഡ് കൊമേഴ്സ്.
ജോലി രംഗത്തും വാണിജ്യ രംഗത്തും ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിനും സൈക്കോളജി ഉപകാരപ്രദമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും സൈക്കോളജി അവിടുത്തെ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നത് മുതൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെയുള്ള എല്ലാ മേഖലകളിലും, ട്രെയിനിങ്ങിലും കൗൺസിലിങ്ങിലും എല്ലാം സൈക്കോളജി ആപ്ലിക്കബിൾ ആണ്. സോ അങ്ങനെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ സൈക്കോളജി അവിടെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? then അടുത്ത സോഷ്യൽ സൈക്കോളജി. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്, ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താ? മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അപ്പൊ ഈ സാമൂഹിക ചുറ്റുപാടിൽ നാം യൂസ് ചെയ്യുന്ന സൈക്കോളജിയാണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റഡി ഓഫ് ദ വേസ് ഇൻ വിച്ച് വി പെർസീവ് അതർ പീപ്പിൾ. നാം എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ മനസ്സിലാക്കുക? പെർസീവ് എന്ന് പറഞ്ഞാൽ ദ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാക്കുന്ന രീതി. മറ്റാളുകളെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു? ആൻഡ് ഹൗ ദോസ് പെർസെപ്ഷൻസ് അഫക്ട് ഓൺ ബിഹേവിയർ ടുവേഴ്സ് ദം. അപ്പോൾ അവരെ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു പെർസെപ്ഷൻ എങ്ങനെയാണ് അവരോടുള്ള പെരുമാറ്റത്തെ രൂപീകരിക്കുന്നത്? ഇവയെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യൽ സൈക്കോളജി, അല്ലെ? ഇപ്പോൾ ഒരാളെ കാണുന്ന സമയത്ത്, ഒരു സുഹൃത്തിനെ കാണുന്ന സമയത്ത് നാം അവനെ എങ്ങനെ മനസ്സിലാക്കുന്നു? അവൻ വളരെ ഫ്രണ്ട്ലി ആണ്, അവനെ എനിക്ക് വിശ്വസിക്കാം, അവനെ ട്രസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യും. നേരെ മറിച്ച് അവൻ വിശ്വസിക്കാൻ കൊള്ളില്ല, അവനോട് പെരുമാറുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം എന്ന ചിന്തയാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യില്ല. അപ്പൊ ഇതെല്ലാം വരുന്നത് സോഷ്യൽ സൈക്കോളജി പ്രകാരമാണ്. ഇറ്റ് ഇൻവോൾവ്സ് കോൺസെൻട്രേറ്റ് എഫേർട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിറ്റർമിനൻസ് ഓഫ് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസസ്. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ വ്യക്തികൾക്കിടയിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ, ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ ഉള്ള ആ ഒരു ഇൻഫ്ലുവൻസിനെ നിർണ്ണയിക്കാനുള്ള ഏറ്റവും വലിയ പങ്ക് സോഷ്യൽ സൈക്കോളജിയാണ്, കേട്ടോ. ആൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, അതേപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റം, ഒരാളെ കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റം എല്ലാം ചർച്ച ചെയ്യുന്നത് സോഷ്യൽ സൈക്കോളജിയിലാണ്. പ്രെജുഡൈസസ്, സ്റ്റീരിയോടൈപ്സ്, ദെയർ എഫക്ട് ഓൺ ഇന്ററാക്ഷൻ. അതേപോലെ തന്നെ മുൻവിധി, ചില ആളുകളെ കുറിച്ചുള്ള നമ്മുടെ മുൻവിധി ഉണ്ടാവും, അല്ലെ? ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണോ അവനെ വിശ്വസിക്കാൻ പറ്റില്ല, ഇന്ന സ്ഥലത്തുള്ള ആളാണോ അവൻ വിശ്വസ്തനാണ്. അതേപോലെ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ അവൻ ഇങ്ങനെ ചെയ്യൂ, അല്ലേ? ഇത് മെയിനായിട്ട് വരുന്നത് ജെൻഡർ ഡിഫറൻസ് അനുസരിച്ചാണ്. പുരുഷനാണോ പുരുഷൻ ഇങ്ങനെയാണ് വരേണ്ടത്, സ്ത്രീയാണോ സ്ത്രീ ഇങ്ങനെയാണ് വരേണ്ടത്. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ ജെൻഡർ റോൾസ് ഒക്കെ ഒരു സ്റ്റീരിയോ ടൈപ്പിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പിംഗ്, പുരുഷനാണോ അവന് ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയും, കായിക അധ്വാനമുള്ള ജോലി ചെയ്യാൻ കഴിയും. സ്ത്രീയാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ജോലിയെ ചെയ്യാൻ കഴിയൂ. അതൊക്കെ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് കേട്ടോ. സ്റ്റീരിയോ ടൈപ്പിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്, അത് ഒരു ഫാക്ട് എന്ന നിലയ്ക്കല്ല. അപ്പൊ അത്തരം സ്റ്റീരിയോ ടൈപ്പിംഗ് ഒക്കെ സോഷ്യൽ സൈക്കോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സൈക്കോളജിയിലാണ് നാം മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം എങ്ങനെ നിലനിർത്തുന്നു, അവരെ നാം എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ മുൻവിധി എന്താണ്, ജഡ്ജ്മെന്റ്, പ്രെജുഡൈസ് എന്താണ്, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സോഷ്യൽ സൈക്കോളജിയിലാണ് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക നിങ്ങളുടെ മനസ്സിൽ വന്നാൽ മതി കേട്ടോ. ആകത്തുക മനസ്സിൽ വന്നാൽ മതി. എല്ലാം വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയും. ഒരെണ്ണം പോലും വിട്ടുപോകാതെ പഠിക്കണേ എന്ന് തന്നെ പറയും. അപ്പോൾ ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാവുക. ദെൻ അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി. അബ്നോർമൽ എന്ന് പറയുമ്പോൾ നോർമൽ അല്ലാത്ത ആളുകൾ അല്ലേ. അപ്പോൾ ക്ലിനിക്കൽ പേർപ്പസിൽ നമ്മൾ സൈക്കോളജി യൂസ് ചെയ്യാറുണ്ട്. ഒരാളുടെ മെന്റൽ പ്രോസസ്സ് അബ്നോർമൽ ആണ് എങ്കിൽ അവരെ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയുള്ള സൈക്കോളജിയാണ് അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി. അപ്പോൾ മനോരോഗ പരിഹരണത്തിന് വേണ്ടിയുള്ള സൈക്കോളജിയാണ്. ഡയഗ്നോസിസ് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, മാനസിക പ്രശ്നങ്ങൾ തിരിച്ചറിയുക, ആൻഡ് their treatment by means of സൈക്കോതെറാപ്പിയിലൂടെ, മനോരോഗ ചികിത്സയിലൂടെ അത് ഭേദമാക്കുക അല്ലെങ്കിൽ അതിനെ ചികിത്സിക്കുക. ഇതാണ് അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിയുടെ പരിധിയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരം ഒരു ഹോസ്പിറ്റലിലാണ് നിങ്ങൾക്ക് ജോലി ഉള്ളത് എങ്കിൽ നിങ്ങൾ ആ ക്ലിനിക്കൽ സൈക്കോളജിയെ കുറിച്ച് നല്ലൊരു അവയർനെസ് നിങ്ങൾക്ക് വേണ്ടി വരും. നിങ്ങളത് നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഇനി സഹകാരിയിലൂടെ പഠിക്കുകയും ചെയ്യും കേട്ടോ. സോ ഇതൊക്കെയാണ് സൈക്കോളജിയുടെ സ്കോപ്പുകൾ. അപ്പോൾ സൈക്കോളജിയുടെ സ്കോപ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സൈക്കോളജി പല മേഖലകളിലും യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത് ജനറൽ സൈക്കോളജിയിൽ നമ്മൾ
ബേസിക് പ്രിൻസിപ്പിൾസ്, സൈക്കോളജിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ്, നമ്മുടെ ചിന്ത എങ്ങനെയാണ്, ഓർമ്മ എന്താണ്, മോട്ടിവേഷൻ എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഫിസിയോളജിക്കൽ സൈക്കോളജി പറഞ്ഞു, അവിടെ മനുഷ്യ പെരുമാറ്റങ്ങൾക്ക് കാരണം എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ് സൈക്കോളജി ഉണ്ട്, അവിടെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ പെരുമാറ്റങ്ങളെ കുറിച്ചാണ്. ദെൻ സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, അവിടെ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഡെവലപ്മെന്റൽ സൈക്കോളജി ഉണ്ട്, ഇപ്പം മനുഷ്യന്റെ കോംപ്ലക്സ് ബിഹേവിയർ, മനുഷ്യന്റെ പെരുമാറ്റം എപ്പോഴും സങ്കീർണമാണ് അല്ലേ, അപ്പം അതിന്റെ തുടക്കവും അതിന്റെ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസൽ സൈക്കോളജി ഉണ്ട്, അവിടെ ഒരു വ്യവസായ മേഖലയിൽ ഒരു തൊഴിലാളിയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ തൊഴിലിടത്ത് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യൽ സൈക്കോളജി, സാമൂഹിക ജീവിതത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, മറ്റു വ്യക്തികളുമായിട്ട് ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നാം എങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, അവരോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അവസാനമായിട്ട് അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി പറഞ്ഞു. അപ്പോൾ അത് മനോരോഗവുമായിട്ട് ബന്ധപ്പെട്ട മാനസിക രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ് അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി അവസാനം കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. ഒരു നേഴ്സ് എന്ന നിലയിൽ എന്തിന് നാം സൈക്കോളജി പഠിക്കണം? ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ചിന്തിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം അറിയുമായിരിക്കും അല്ലേ? അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. റിലവൻസ് ഓഫ് സൈക്കോളജി ടു നേഴ്സസ്. ഒരു നേഴ്സ് എന്ന നിലയിൽ എന്തിന് സൈക്കോളജി പഠിക്കണം? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ്. നമുക്ക് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആളുകൾ വരും അല്ലേ? പലതരത്തിലുള്ള ആളുകളാണ്. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ വെൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പെരുമാറ്റം നല്ലതായിരിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ആളുകൾ വരാം, നല്ല പെരുമാറ്റമുള്ള ആളുകൾ വരാം, പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ വരാം. അപ്പോൾ ഇവരുടെ എല്ലാം പെരുമാറ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. വളരെ ഇൻടോളറൻ്റ് ആയിട്ട് പെരുമാറുന്ന ആളുകളുണ്ടാവും അല്ലേ? നമ്മളെ പെട്ടെന്ന് ശകാരിക്കുന്ന, പെട്ടെന്ന് ഷൗട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. നേരെ മറിച്ച് നമ്മുടെ ജോലിയുടെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം. ദെൻ പ്രോബ്ലംസ് മേ ബി ഡയഗ്നോസ്ഡ് അറ്റ് ആൻ ഏർലി സ്റ്റേജ്. ദെൻ ഇനി മാനസിക രോഗമുള്ള ആളുകൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി ആ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്ത് സഹായിക്കും? സൈക്കോളജിയെക്കുറിച്ചുള്ള നമ്മുടെ ആ ഒരു അവഗാഹം സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് പേഷ്യൻറ്റ്. ഒരു വ്യക്തിയുടെ അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം അഥവാ അവൻ നോർമൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലെ? സൈക്കോളജി അറിയുമെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ നിൽക്കുന്നത് ഒരു ജനറൽ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും, ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സൈക്യാട്രി അല്ല എന്ന അർത്ഥത്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ജനറൽ ഹോസ്പിറ്റലാണെങ്കിൽ പോലും അവിടുത്തെ രോഗിയുടെ പെരുമാറ്റം കാണുമ്പോൾ മനസ്സിലാവും അവന് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നം മാത്രമല്ല, എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന അസുഖത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ ബോധേഡാകേണ്ടത്, അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് അപകടം ചെയ്യും അല്ലേ? സോ അണ്ടർസ്റ്റാൻഡ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് പേഷ്യൻ്റ്. ഒരു രോഗിയുടെ അബ്നോർമൽ ബിഹേവിയർ, അസ്വാഭാവികമായിട്ടുള്ള പെരുമാറ്റം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ദെൻ അതിനേക്കാൾ ഏറ്റവും മുകളിലാണ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. സൈക്കോളജി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ മാത്രമല്ല, നമുക്ക് നമ്മെക്കുറിച്ച് മനസ്സിലാക്കാനും സൈക്കോളജി സഹായിക്കും. നാം എത്രത്തോളം ഉണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മുടെ കഴിവുകൾ എന്തൊക്കെ, നമ്മുടെ കുറവുകൾ എന്തൊക്കെ, കുറവുകൾ പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും, മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ, നമ്മെ തന്നെ മനസ്സിലാക്കാൻ സൈക്കോളജി സഹായിക്കുന്നതാണ്. ദെൻ കോംപ്രഹെൻസീവ് കെയർ. നേഴ്സ് എന്ന പദം തന്നെ വരുന്നത് നേർച്ചറിങ് എന്നാണ് അല്ലേ? നേർച്ചറിങ്, പരിചരണം, പരിചരിക്കുന്ന ആളാണ് നേഴ്സ് അല്ലേ? ഒരു രോഗിയെ പരിചരിച്ച് അവനെ ഒന്ന് കംഫർട്ട് ആക്കേണ്ട ഒരാളാണ് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കെയർ, ശാരീരികവും മാനസികവുമായിട്ടുള്ള ആ ഒരു കെയർ, ആ ഒരു മെഡിക്കൽ കെയർ കൊടുക്കാൻ ആർക്ക് കഴിയും? നേഴ്സിന് കഴിയും. സൈക്കോളജി അറിയുമെങ്കിൽ മെന്റൽ കെയർ കൂടി കൊടുക്കാൻ, കോംപ്രഹെൻസീവ് കെയർ. അപ്പോൾ ഫിസിക്കൽ മാത്രമല്ല, ബയോളജിക്കൽ മാത്രമല്ല, മെന്റൽ കെയർ കൂടി കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഒരു നേഴ്സ് സൈക്കോളജി അറിയുന്നത് കൊണ്ടുള്ള പ്രാധാന്യം? ഒന്ന്, തൻ്റെ മുന്നിലെത്തുന്ന ആളുകളെല്ലാം ഒരുപോലെയല്ല, അവർ തമ്മിൽ വ്യത്യാസമുണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ
അത് ആദ്യഘട്ടത്തിൽ തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു. മുന്നിലെത്തുന്ന പേഷ്യൻറ്റിന് എന്തെങ്കിലും അബ്നോർമൽ ബിഹേവിയർ ഉണ്ട് എങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നു. നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ദെൻ നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് കെയർ കൊടുക്കുക. അപ്പോൾ കോംപ്രഹെൻസീവ് കെയർ, മെന്റൽ ആൻഡ് ബയോളജിക്കൽ കെയർ കൊടുക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അത്രയും ഏരിയാസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി തിയറീസിലേക്കൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയറീസിലേക്കൊക്കെ കടക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക. ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ദ വേർഡ് സൈക്കോളജി. സൈക്കോളജി എന്ന വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തത് അല്ലെ? ഈസ് ഡിറൈവ്ഡ് ഫ്രം വിച്ച് ടു ഗ്രീക്ക് വേർഡ്സ്? ഏത് ഭാഷയിൽ നിന്നല്ല, ഭാഷ എവിടെ തന്നിട്ടുണ്ട്? ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് വന്നത്. ഗ്രീക്ക് ലാംഗ്വേജിലെ ഏത് പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്കെ ലോഗോസ്. സൈക്കെ ലോഗോസ് ആണ്, എന്തല്ല ലോജിക്കല്ല, സൈക്കെ ലോഗോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഡസ് സൈക്കെ മീൻ ഇൻ ഗ്രീക്ക്? നമ്മൾ പറഞ്ഞു സൈക്കോളജി എന്ന പദം സൈക്കെ ലോഗോസ് എന്ന രണ്ട് പദങ്ങളിൽ നിന്ന് വന്നതാണ് എന്ന്. സൈക്കെ എന്ന വേർഡിന്റെ മീനിങ് എന്താണ് നമ്മൾ പഠിച്ചു. സൈക്കെ എന്ന് പറഞ്ഞാൽ സോൾ ആണ് അല്ലെ? സോൾ ആണ്, എന്തല്ല, മൈൻഡ് അല്ല. നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സോൾ എന്ന് വരും അല്ലെ? കുറച്ച് കഴിയുമ്പോൾ മൈൻഡ് എന്നൊരു സാധനം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം സൈക്കോളജി മനസ്സിനെ കുറിച്ചുള്ള പഠനമാണല്ലോ അല്ലെ? മനസ്സും സോളും രണ്ടും രണ്ടാണ് അല്ലെ? ഇത് ആത്മാവ്, ഇത് മനസ്സാണ്. സൈക്കോളജിയിലെ സൈക്കെ സോൾ എന്ന മീനിങ്ങിലാണ് വരുന്നത് കേട്ടോ. സോൾ എന്ന മീനിങ്ങിലാണ് വരുന്നത്. ദെൻ അടുത്ത ഒരു ഡെഫിനിഷൻ ആണ്, ഹു ഡിഫൈൻ സൈക്കോളജി ആസ് ദ സയൻസ് ഓഫ് ഫാക്ട് ഓർ ഫിനോമിന ഓഫ് സെൽഫ്. നമ്മുടെ സെൽഫിനെ കുറിച്ചുള്ള ഫാക്ട് അല്ലെങ്കിൽ ഫിനോമിനയെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇത് ആര് പറഞ്ഞ നിർവചനമാണ്? സെൽഫ് അല്ലെ? സെൽഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ നാം എന്ത് പറയും? ദേവി എന്ന് വിളിക്കും. സെൽഫിനെ കുറിച്ച് ഓർക്കുന്ന ഒരാള് ദേവി എന്ന് വിളിക്കും. അപ്പോൾ ജോൺ ഡുയി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, which school of psychology emphasize the observable and measurable aspects of behavior? നമുക്ക് നമ്മുടെ സ്വഭാവത്തിൻ്റെ അളക്കാൻ കഴിയുന്നതും നിരീക്ഷിക്കാൻ കഴിയുന്നതുമായ ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി, അല്ലെങ്കിൽ അതിനെയാണ് ഇമ്പോർട്ടൻസ് സൈക്കോളജിയിൽ നൽകുന്നത് എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് സൈക്കോളജി. ബിഹേവിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബിഹേവിയറിസം അല്ലെ? സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നത് ബിഹേവിയറിസം ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. മറ്റു ഓപ്ഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അടുത്ത ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വിച്ച് സൈക്കോളജിസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈക്കോ അനാലിസിസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സൈക്കോ ഫ്രോയിഡ് അല്ലെ? സിഗ്മണ്ട് ഫ്രോയിഡ്. ടിച്ച്നർ എവിടെയാണ് വരുന്നത്? ടിച്ച്നറും വില്യം വൂണ്ടും ചേർന്നാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുന്നത്. ദെൻ ഡോൺ ഡ്യൂയി ഫങ്ഷണലിസം ആണ്. മനസ്സിലായോ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്ട്രക്ചറലിസം വാസ് ഫൗണ്ടഡ് ബൈ ഹൂം? നമ്മളിപ്പോൾ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. സ്ട്രക്ചറലിസം, മുറിവ് പറ്റി കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ വ്യത്യാസം വരും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മുറിവ്, വൂണ്ട് വില്യം വൂണ്ടാണ് ഫൗണ്ട് ചെയ്തത്. അതിനെ വികസിപ്പിച്ചത് ടിച്ച്നർ. വില്യം വൂണ്ട് ആൻഡ് ടിച്ച്നർ. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് ഫങ്ഷണലിസം? ഫങ്ഷണലിസത്തിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? ഫങ്ഷണലിസം. അപ്പൊ ഫങ്ഷൻ, പ്രവർത്തനം, എന്ത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്, മനുഷ്യന്റെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നത് അല്ലെ? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതാണ് ഫങ്ഷണലിസത്തിൽ പറയുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ദ കണ്ടന്റ് ഓഫ് ദ മൈൻഡിന്റെ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ സ്ട്രക്ചറാണ് അല്ലെ? അപ്പൊ അത് സ്ട്രക്ചറലിസം ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഒബ്സർവബിൾ ബിഹേവിയർ, പെരുമാറ്റം. ബിഹേവിയർ എന്ന് പറയുമ്പോൾ ബിഹേവിയറിസം. അപ്പൊ അത് ബിഹേവിയറിസം ആയിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. നമുക്ക് ഫങ്ഷണലിസം ആണ് വേണ്ടത്. വാട്ട് ദ മൈൻഡ്, എന്താണ് മനസ്സും, ആൻഡ് ബിഹേവിയർ, പെരുമാറ്റവും ചെയ്യുന്നത്, ഡു. അപ്പൊ ഫങ്ഷൻ ആണ് അല്ലെ? എന്താണ് മനുഷ്യന്റെ മനസ്സും പെരുമാറ്റവും ചെയ്യുന്നത്, അത് ഫങ്ഷണലിസം ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഫങ്ഷണലിസം ആണ്. ഇനി ഫോം ആൻഡ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഗസ്റ്റാൾട്ട് സൈക്കോളജി ആണ് അല്ലെ? ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ്.
Then Gestalt psychology emphasizes which of the following നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, അത് ഫോമാണ്, ഫോമിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സ് എന്ത് ചെയ്യുന്നു, ഒരു കാര്യത്തിൻ്റെ ഓർഗനൈസേഷൻ, ഒരു എലമെന്റ്സിന്റെ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുന്നു. അല്ല, ഓർഗനൈസേഷൻ ഓഫ് എലമെന്റ്സ് ആണ് ഗെസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ദെൻ അടുത്തതിലേക്ക് വരാം. വാട്ട് ഡസ് ലോഗോസ് മീൻസ് ഇൻ ഗ്രീക്ക്? ലോഗോസിന്റെ അർത്ഥം എന്താ? ലോഗോസ് സൈക്കെ എന്ന് പറഞ്ഞാൽ സോളാണ് അല്ലെ, സൈക്കെ എന്ന് പറഞ്ഞാൽ സോളാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ്, കേട്ടോ, സ്റ്റഡി ഓഫ് എന്നാണ്. ഓപ്ഷൻ എ ആണ്, സ്റ്റഡി ഓഫ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോളിന്റെ ഗ്രീക്ക് വേർഡ് സൈക്കെ എന്നാണ് അല്ലെ, സൈക്കെ എന്നാണ്. Then which of psychology is also referred to as content psychology? നമുക്ക് കണ്ടന്റ് സൈക്കോളജി എന്ന് കൂടി പറയാൻ പറ്റുന്നത് എന്താ? കണ്ടന്റ്. അപ്പൊ ഉള്ളടക്കത്തെക്കുറിച്ച് അതിന്റെ ഘടനയെക്കുറിച്ച് പറയുന്നത് സ്ട്രക്ചറലിസം ആണ്. അപ്പൊ കണ്ടന്റ് സൈക്കോളജി എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റുന്നത് സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസത്തിന്റെ പിതാവ് വില്യം വുഡ് ആണ്, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ടിച്ച്നർ ആണ് കേട്ടോ, ടിച്ച്നർ ആണ്. Then who defines psychology as the science of immediate experience? അനുഭവങ്ങൾ, ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുറിവ് പെട്ടെന്ന് കെട്ടാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ മുറിവ് വില്യം വൂണ്ടാണ് കേട്ടോ. സൈക്കോളജിയെ ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടാണ്. ഓക്കെ അല്ലേ? ജോൺ ഡ്യൂയി എന്താ പറഞ്ഞത്? സെൽഫിനെ കുറിച്ച് ഓർക്കുമ്പോൾ ദേവി എന്ന് വിളിക്കും. അപ്പോൾ സെൽഫിനെ കുറിച്ചുള്ള ഫാക്റ്റിനെ പഠിക്കലാണ്, അല്ലെങ്കിൽ ഫിനോമിനെ കുറിച്ച് പഠിക്കലാണ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? ദെൻ അടുത്തത്, ദ സ്റ്റഡി ഓഫ് ദ ഫണ്ടമെന്റൽ കോസസ് ഓഫ് ബിഹേവിയർ ഫാൾസ് അണ്ടർ വിച്ച് സ്കോപ്പ് ഓഫ് സൈക്കോളജി? സ്വഭാവത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ കുറിച്ചുള്ള പഠനം, ഫണ്ടമെന്റൽ കോസസ് ഓഫ് ബിഹേവിയർ, സ്വഭാവത്തെ കുറിച്ചുള്ള അടിസ്ഥാന കാരണങ്ങളെ കുറിച്ചുള്ള പഠനം. അപ്പൊ എങ്ങനെ പെരുമാറ്റം ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്നത് ഫിസിയോളജിക്കൽ സൈക്കോളജിയിലാണ്. ഓർത്തിരിക്കുക, അത് നമുക്ക് പെട്ടെന്ന് വരില്ല. ഫിസിയോളജിക്കൽ സൈക്കോളജിയിലാണ് നമ്മുടെ പെരുമാറ്റം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ഓർഗൻസ് ഉണ്ട്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, പ്രത്യേകിച്ച് ബ്രെയിനിലെ ചില ഭാഗങ്ങളൊക്കെ, ഹിപ്പോകാമ്പസും അതുപോലെ ഉള്ള ഹൈപ്പോതലാമസ് പോലുള്ള ചില ബ്രെയിനിലെ ഭാഗങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ നമ്മുടെ ഫിസിയോളജി പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി സ്വഭാവത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. പെട്ടെന്ന് ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സ്നേഹം തോന്നാനൊക്കെ ചില ഹോർമോൺസ് സഹായിക്കുന്നുണ്ട് അല്ലെ, ചില ഹോർമോൺസ്. അപ്പോൾ ഹോർമോൺസ് സെക്രീഷനൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഫിസിയോളജി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫിസിയോളജിക്കൽ സൈക്കോളജിയിലാണ് ഫണ്ടമെന്റൽ കോസസ് ഓഫ് ബിഹേവിയർ, സ്വഭാവത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. Then what is the primary concern of developmental psychology? Development psychology എന്താണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്? മനുഷ്യന്റെ സ്വഭാവം സങ്കീർണമാണ്. സങ്കീർണമായിട്ടുള്ള സ്വഭാവം എവിടെ നിന്ന് ആരംഭിക്കുന്നു, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നെടുത്ത് പഠിക്കുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയിലാണ് അല്ലെ. സോ നമുക്ക് നോക്കാം. ഇൻക്രീസിംഗ് സ്കൂൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടേതാണ്. ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓവർ ടൈം, സമയം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കാലം മാറുന്നതിനനുസരിച്ച് സ്വഭാവത്തിൽ മാറ്റം വരുന്നു എന്ന് പഠിക്കുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്. ഡയഗ്നോസിങ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്തല്ല, ഡെവലപ്മെന്റൽ സൈക്കോളജി അല്ല, അത് ക്ലിനിക്കൽ സൈക്കോളജിയാണ്, അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജിയാണ്, അല്ലെ അബ്നോർമൽ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട സൈക്കോളജിയാണ്. ക്ലിയർ ആയോ? അടുത്തതിലേക്ക് പോകാം. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി അപ്ലൈസ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ടു വാട്ട് ഏരിയ? അപ്പൊ ഇൻഡസ്ട്രിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഉള്ള സൈക്കോളജിയാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ സൈക്കോളജി അതിന്റെ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത് വർക്ക് ഏരിയാസിൽ, കൊമേഴ്ഷ്യൽ ഏരിയസിലൊക്കെയാണ് അല്ലെ. വർക്ക് ആൻഡ് കൊമേഴ്സിലാണ്. ഓക്കെ അല്ലേ? Then the first application of psychology in industries was in what area? ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിൽ നമ്മൾ ആദ്യമായിട്ട് ആ ഒരു സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാ? ഒരു എംപ്ലോയിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ സൈക്കോളജി ആരംഭിക്കുന്നു. അപ്പൊ എംപ്ലോയിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവന്റെ ഇന്റലിജൻസ് നമ്മൾ മനസ്സിലാക്കണം, അവന്റെ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം അല്ലെ. ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുമാണ്
അവിടെ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Then what is the focus of comparative psychology? Comparative psychologyയുടെ ഫോക്കസ് എവിടെയാണ്? അപ്പോൾ താരതമ്യ മനഃശാസ്ത്രമാണ്. എന്തിനെയാണ് താരതമ്യം ചെയ്യുന്നത്? മനുഷ്യന്റെയും മൃഗങ്ങളുടെയും സ്വഭാവത്തെയും. അപ്പോൾ മനുഷ്യ സ്വഭാവത്തെയും മൃഗങ്ങളുടെ സ്വഭാവത്തെയുമാണ് താരതമ്യം ചെയ്യുന്നത്. ബോത്ത് ആനിമൽ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. കേട്ടോ, ബോത്ത് ആനിമൽ ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഓപ്ഷൻ സി അല്ലേ. Then അടുത്ത ചോദ്യം, സോഷ്യൽ സൈക്കോളജി സ്റ്റഡീസ് വാട്ട് ആസ്പെക്ട് ഓഫ് ബിഹേവിയർ? സ്വഭാവത്തിലെ ഏത് ആസ്പെക്റ്റിനെയാണോ സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നത്? സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ സ്വഭാവത്തെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അല്ലെ, അതിന്റെ പെർസെപ്ഷൻസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിന്റെ എഫക്റ്റ് എന്താണ്, അല്ലെ. അപ്പൊ നമ്മുടെ ഇന്റർപേഴ്സണൽ എഫക്റ്റ്, പെർസെപ്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട എഫക്റ്റുകളും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ പെർസെപ്ഷൻസ് ആൻഡ് ദെയർ എഫക്റ്റ് ആണ് കേട്ടോ. പെർസെപ്ഷൻ, മറ്റുള്ള ആളുകളെ മനസ്സിലാക്കുക, ദെൻ അതിന്റെ എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ തന്നിരിക്കുന്നതിൽ മോസ്റ്റ്ലി സ്യൂട്ടബിൾ എന്ന നിലയിൽ ഓപ്ഷൻ എ നമുക്ക് തിരഞ്ഞെടുക്കാം. ദെൻ വാട്ട് ഡസ് അബ്നോർമൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി പ്രൈമറിലി ഡീൽ വിത്ത്? അബ്നോർമൽ ക്ലിനിക്കൽ സൈക്കോളജി പ്രാഥമികമായിട്ട് ചെയ്യുന്നത് എന്താ? അത് മാനസിക രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നു, അതിന് ചികിത്സ ചെയ്യുന്നു. ഡയഗ്നോസിസ് ആൻഡ് സൈക്കോതെറാപ്പി. മാനസിക രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുന്നു, അതിന് മാനസിക ചികിത്സ സൈക്കോ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ അല്ലേ. ദെൻ വാട്ട് ഡിഡ് ജോൺ ബി വാട്സൺ അഥവാ ജെ ബി വാട്സൺ എംഫസൈസ് ഇൻ ഹിസ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി? ജെ ബി വാട്സൺ എന്താ അവനെ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലേ? അപ്പോൾ പെരുമാറ്റം, ബിഹേവിയറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടി ബിഹേവിയർ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ദെൻ അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകുന്നത് ലേൺഡ് ബിഹേവിയർ, ലേൺഡ് അൺലേൺഡ് ബിഹേവിയർ എല്ലാം നമ്മൾ പഠിക്കുമെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് ലേൺഡ് ബിഹേവിയറിനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലെ. പഠിച്ച് പെരുമാറുന്ന, പഠനം മൂലം നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റം, അത്തരത്തിലുള്ള പെരുമാറ്റത്തെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇന്നേറ്റ് ബിഹേവിയറിന് എന്തില്ല, പ്രാധാന്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. Then അടുത്ത ചോദ്യം, വിച്ച് സ്കൂൾ ഓഫ് സൈക്കോളജി ഒറിജിനേറ്റഡ് ഇൻ ജർമ്മനി? ജർമ്മനിയിൽ ഒറിജിനേറ്റ് ചെയ്തത്. അപ്പൊ ജർമ്മനി GE, ഗെസ്റ്റാൾട്ട് സൈക്കോളജി. കണ്ടില്ലേ, GE ഗെസ്റ്റാൾട്ട് സൈക്കോളജിയാണ്. അതിന്റെ മീനിങ് വരുന്നത് ഫോം, കോൺഫിഗറേഷൻ എന്നൊക്കെയാണ്. അതൊരു ജർമ്മൻ വേർഡാണ്, അല്ലെ, ഗെസ്റ്റാൾട്ട്. Then the study of learning and perception falls under which scope of psychology? പഠനം, അതേപോലെ പെർസെപ്ഷൻ, ലേണിങ്ങും പെർസെപ്ഷനും ഒക്കെ വരുന്നത്, ലേണിങ്ങും പെർസെപ്ഷനും ഒക്കെ വരുന്നത് ഏത് സ്കൂൾ ഓഫ് സൈക്കോളജിയിലാണ് എന്ന് ചോദിച്ചാൽ ജനറൽ സൈക്കോളജിയിലാണ്, അല്ലെ. ജനറൽ സൈക്കോളജിയാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്യൂട്ടബിൾ എന്ന രീതിയിലാണ് കേട്ടോ. പഠനം, ലേണിംഗ്, തിങ്കിങ്, മോട്ടിവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ലേണിംഗ്, തിങ്കിങ്, മോട്ടിവേഷൻ, പെർസെപ്ഷൻ, ഇമോഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനറൽ സൈക്കോളജിയിലാണ് വരുന്നത്. Then Sigmund Freud introduced psychoanalysis to focus on what? Psychoanalysis അദ്ദേഹം കൊണ്ടുവന്നത് എന്തിനെ ഫോക്കസ് ചെയ്യാനാണ്? എന്തിനെ ഫോക്കസ് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സൈക്കോ അനാലിസിസ് തിയറി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ സൈക്കോ അനാലിസിസ് തിയറി സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ് എന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കിട്ടുന്നതാണ് കേട്ടോ. ആ ഒരു ക്ലാസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 2 അല്ലെങ്കിൽ 3 മാർക്കിനുള്ള സാധനം ആ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ അടുത്തതായിട്ട് ആ ഒരു ക്ലാസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഡയഗ്നോസിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഇൻ ചിൽഡ്രൻ ഇസ് ദ ഫോക്കസ് ഓഫ് വിച്ച് ബ്രാഞ്ച്? ഒരു കുട്ടിയുടെ പഠന വൈകല്യങ്ങൾ തിരിച്ചറിയുന്നത് ഏത് സൈക്കോളജിക്കൽ ബ്രാഞ്ചിലാണ്? അപ്പൊ പഠനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഓപ്ഷൻ ബി ആണ് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. Then what does developmental psychology study in addition to childhood? ചൈൽഡ്ഹുഡിന് പുറമെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ എന്തൊക്കെ പഠിക്കും? നമ്മൾ പറഞ്ഞു ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഉത്ഭവം, അതിന്റെ മാറ്റം എന്നിവയെക്കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് ചൈൽഡ്ഹുഡിലാണ്. അപ്പോൾ ഒരു ചൈൽഡ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡെവലപ്മെന്റൽ സൈക്കോളജിയിലും വരും എന്ന് നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല, അതിന് പുറമെ അഡോളസൻസ്, അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ്, കൗമാരം, യൗവനം, വാർദ്ധക്യം
തുടങ്ങിയ എല്ലാ മേഖലയെക്കുറിച്ചും ഒരു മനുഷ്യന്റെ എല്ലാ പ്രായപരിധിയെക്കുറിച്ചുമുള്ള പഠനം ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞു. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, അണ്ടർസ്റ്റാൻഡിങ് അബ്നോർമൽ പേഷ്യന്റ് ബിഹേവിയർ ഈസ് പർട്ടിക്കുലർലി റിലവന്റ് ഫോർ വിച്ച് പ്രൊഫഷൻ? അബ്നോർമൽ പേഷ്യന്റ് അഥവാ മാനസിക രോഗമുള്ള ആളുകളുടെ പെരുമാറ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഏത് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഏത് പ്രൊഫഷൻ? അപ്പോൾ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ നോക്കുക, നേഴ്സസ് അല്ലേ? നമ്മുടെ ജോലി തന്നെയാണ് നേഴ്സിംഗ് അല്ലേ? നേഴ്സിംഗ് ആണ്, നേഴ്സസ് ആണ് അതുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഇൻഡസ്ട്രിയൽ മാനേജേഴ്സിന് അത് വരുന്നില്ല, സ്കൂൾ ടീച്ചേഴ്സിന് അത് വരുന്നില്ല, സോഷ്യൽ വർക്കേഴ്സിന് അത് വരുന്നില്ല. ഓക്കെ അല്ലേ? ഇൻഡസ്ട്രിയൽ മാനേജേഴ്സിന് വരുന്നത് എംപ്ലോയീസ് ആണ് വരുന്നത്. സ്കൂൾ ടീച്ചേഴ്സിന് വരുന്നത് സ്റ്റുഡൻസ് ആണ് വരുന്നത്. സോഷ്യൽ വർക്കേഴ്സിന് വരുന്നത് കോമൺ പീപ്പിൾ ആണ് വരുന്നത്. നേഴ്സസിനാണ് പേഷ്യൻസ്, അബ്നോർമൽ ബിഹേവിയർ ഉള്ള പേഷ്യൻസ് ഒക്കെ വരുന്നത്. Then what does the study of stereotypes and prejudices fall under? സ്റ്റീരിയോടൈപ്സും പ്രജുഡൈസും ഏതിന്റെ കീഴിലാണ് വരുന്നത്? സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. പ്രജുഡൈസ് എന്ന് പറഞ്ഞാൽ മുൻവിധിയാണ് അല്ലെ? ഇത് രണ്ടും വരുന്നത് സോഷ്യൽ സൈക്കോളജിയുടെ കീഴിലാണ്. സോഷ്യൽ സൈക്കോളജിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കറക്റ്റ് ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പറയും. ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക. Then the primary focus of physiological psychology. ഞാൻ പറഞ്ഞു ഫിസിയോളജിക്കൽ, പെട്ടെന്ന് നമ്മൾ സൈക്കോളജിക്കൽ എന്ന് തെറ്റിദ്ധരിക്കും. അപ്പോൾ ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ എന്താ ചെയ്യുന്നത്? പെരുമാറ്റങ്ങളുടെ കാരണം അല്ലെ? ബേസിക് ഫിസിയോളജിക്കൽ കോസസ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റങ്ങളുടെ ശാരീരിക കാരണങ്ങൾ. പെരുമാറ്റം ഉണ്ടാകുന്നതിന് ശാരീരിക കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചില ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില നെർവ്സ് ഒക്കെ അതിന് കാരണമാണ്. അപ്പൊ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഫിസിയോളജി പഠിക്കണം. സോ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്കുള്ള സൈക്കോളജിയാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് വൺ ഓഫ് ദ കീ ബെനിഫിറ്റ്സ് ഓഫ് സൈക്കോളജി ഫോർ നേഴ്സസ്? നേഴ്സസ് സൈക്കോളജി പഠിക്കുന്നതിൽ അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണ്? ഡയഗ്നോസിങ് ഫിസിക്കൽ ഡിസീസ് ആണോ? ഫിസിക്കൽ ഡിസീസ് പഠിക്കാൻ നമുക്ക് എന്ത് വേണ്ട? ഫിസിക്കൽ ഡിസീസസ് ഒക്കെ തിരിച്ചറിയാൻ, ശാരീരിക അസുഖങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സൈക്കോളജിയുടെ ആവശ്യമില്ല. സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് അവരെ തന്നെ മനസ്സിലാകാൻ, നമുക്ക് നമ്മെ തന്നെ മനസ്സിലാകാൻ എന്ത് വേണം? സൈക്കോളജി വേണം. അപ്പൊ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അതിന് ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ട് വരുന്നില്ല കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് വേണം, പക്ഷെ അത് സൈക്കോളജി പഠിക്കുന്നത് കൊണ്ടുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് അല്ല, കീ ബെനിഫിറ്റ് സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കേട്ടോ. സെൽഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. Then which branch studies the effects of behavior in the workplace? ജോലി സ്ഥലത്തുള്ള പെരുമാറ്റത്തിന്റെ എഫക്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന സൈക്കോളജി. അപ്പൊ ജോലി സ്ഥലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയൽ എന്ന് ഓർമ്മ വരിക. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വളരെ 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 എളുപ്പമല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Who restricted psychology to the study of observable behavior? നോക്കൂ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരുന്നു എന്ന് അല്ലെ? ഇത്രയും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്കൂൾ ഓഫ് സൈക്കോളജി തറവായിട്ട് കിട്ടും അല്ലെ? ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ചാണ് സൈക്കോളജി പഠിക്കേണ്ടത്. അതല്ലാത്തത് പഠിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. സ്വഭാവം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് മോനെ പെരുമാറുന്നത്? അപ്പൊ എന്താണ് മോനെ വാട്സൺ, എന്താ മോനെ പെരുമാറുന്നത്? അപ്പോ ബിഹേവിയറിസം. JB വാട്സൺ ആണ് ഒബ്സർവബിൾ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആള്. അടുത്ത 1-2 സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലേക്ക് വരാം. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് മിക്കവാറും ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവുക. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം വളരെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. പല ആളുകളും ഇഗ്നോർ ചെയ്ത് വിടുന്ന, നല്ല അവസരമാണ് എന്ന് തിരിച്ചറിയാതെ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഈ സർവീസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തന്നെ മാറും. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. സോ നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ദ വേർഡ് സൈക്കോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം. സൈക്കോളജി എന്ന വേർഡ് വന്നിരിക്കുന്നത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. കറക്റ്റ് ആണ്. ഗ്രീക്ക് പദങ്ങൾ സൈക്കെ, ലോഗോസ് എല്ലാം കറക്റ്റ് ആണ്. ഇനി സൈക്കെ മീൻസ് മൈൻഡ്. സൈക്കയുടെ മീനിങ് മൈൻഡ് എന്നാണ്, മൈൻഡ് എന്നല്ല സോൾ എന്നാണ്. അപ്പൊ രണ്ടാമത്തത് തെറ്റി എന്ന് പറയുമ്പോൾ നമുക്ക്
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ്, അപ്പോൾ ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം അല്ലെ. രണ്ടാമത്തത് തെറ്റാണ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1, 2 കറക്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തത് ഡിലീറ്റ് ചെയ്യാം. ഇതിന് ഓൾ ഓഫ് ദ എബോവ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം, കാരണം എല്ലാം ശരിയല്ല, രണ്ടാമത്തത് തെറ്റല്ലേ. അപ്പോൾ ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. നൺ ഓഫ് ദിസ്, ഒന്നും ശരിയല്ല എന്ന് പറയുമ്പോഴും നമുക്കിത് ഡിലീറ്റ് ചെയ്യാം, കാരണം ഒന്നാമത്തത് കറക്റ്റാണ്. കണ്ടില്ലേ, പെട്ടെന്ന് ഉത്തര തീരുമാനമായിട്ടില്ലേ. ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റിനെ നോക്കേണ്ടത്. ഒന്നാമത്തത് നമുക്ക് കറക്റ്റാണെന്ന് മനസ്സിലായി, ഒന്നാമത്തത് കറക്റ്റ് ആണെന്ന് മനസ്സിലാവുന്ന സമയത്ത് തന്നെ നൺ ഓഫ് ദിസ് പുറത്തായി, കാരണം 1 കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ രണ്ടാമത്തത് തെറ്റാണെന്ന് പറയുമ്പോൾ ബിയും ഔട്ടായി, സിയും ഔട്ടായി. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വന്നു. അപ്പോൾ ഇനി മൂന്നാമത്തത് എന്തായാലും കറക്റ്റ് ആയിരിക്കും, നോക്കിക്കോളൂ. സൈക്കോളജി ഒറിജിനേറ്റഡ് ഫ്രം ഫിലോസഫി. സൈക്കോളജി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഫിലോസഫിയിൽ നിന്നാണ്. അപ്പോൾ സൈക്കോളജി ഫിലോസഫിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലുള്ള ആളുകൾ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി സൈക്കോളജിയുടെ ഫാദർ അരിസ്റ്റോട്ടിലാണെന്ന് ചില സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചു വെക്കുക, സൈക്കോളജിയുടെ ഫാദർ വില്യം വൂണ്ടാണ്, മോഡേൺ സൈക്കോളജിയുടെ ഫാദർ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചു വെക്കുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ സൈക്കോളജിയുടെ ഫാദർ അരിസ്റ്റോട്ടിലാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഒരിക്കലും വില്യം വൂണ്ടും അരിസ്റ്റോട്ടിലും ഓപ്ഷൻസിൽ ഒരുമിച്ച് വരില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, തെറ്റായിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. വില്യം വൂണ്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്കൂൾ ഓഫ് സ്ട്രക്ചറലിസം അല്ലെ. മുറിവ് വന്നു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ ചേഞ്ച് വരും, അപ്പൊ അത് കറക്റ്റ് ആണ്. സൈക്കോ അനാലിസിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ഡ്യൂയി. അപ്പൊ അത് കറക്റ്റ് ആണ് അല്ലെ, അത് കറക്റ്റ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് ആണ് വേണ്ടത്, അത് കറക്റ്റ് ആണ്. അപ്പൊ 1 കറക്റ്റ് ആണ്, അപ്പൊ ഇത് തെറ്റി. ദെൻ 1 മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. സൈക്കോ അനാലിസിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ഡ്യൂയി. ജോൺ ഡ്യൂയി ആണോ? സൈക്കോ ഫ്രോയിഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. ജോൺ ഡ്യൂയി വരുന്നത് ഫങ്ഷണലിസത്തിലാണ്. അപ്പൊ അത് തെറ്റി, അപ്പൊ അത് തെറ്റാണ്. അപ്പൊ രണ്ടാമത്തത് തെറ്റാണ്. അപ്പൊ ബിയും വരാൻ സാധ്യതയുണ്ട്, ഡിയും വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ മൂന്നാമത്തത് കൂടി നോക്കേണ്ടി വരും. ഫങ്ഷണലിസം സ്റ്റഡീസ് വാട്ട് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ ഡു. മനസ്സും പെരുമാറ്റവും എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഫങ്ഷണലിസം. അപ്പൊ അത് ശരിയാണ്, അത് തെറ്റല്ല, അത് ശരിയാണ്. അപ്പൊ രണ്ടാമത്തത് മാത്രമേ തെറ്റിയിട്ടുള്ളൂ, നമുക്ക് വേണ്ടത് തെറ്റാണ്. അപ്പൊ തെറ്റ് 2 മാത്രമാണ്. അപ്പൊ 2 only ആണ്. സോ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി ഒറിജിനേറ്റഡ് ഫ്രം ജർമ്മൻ. കറക്റ്റ് അല്ലേ? GE കറക്റ്റ് ആണ്. ദെൻ ഇൻഡസ്ട്രിയൽ സൈക്കോളജി അപ്ലൈസ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ടു വർക്ക് പ്ലേസ്. ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്നത് ജോലി സ്ഥലത്തുള്ള സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെയാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിനെ ജോലി സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. വളരെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ്, അത് സാധ്യതയുണ്ട്. 2ഉം 3ഉം മാത്രമാണെന്ന് എന്തായാലും വരില്ല, നൺ ഓഫ് ദീസും വരില്ല. അപ്പോൾ എ അല്ലെങ്കിൽ സി ആയിരിക്കും അല്ലേ. മൂന്നാമത്തത് കൂടി നോക്കാം. ദ ഗസ്റ്റാൾട്ട് സൈക്കോളജി എംഫസൈസ് ദ ഓർഗനൈസേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദ മൈൻഡ്. മനസ്സിലുള്ള ആ എലമെന്റ്സിന്റെ ഓർഗനൈസേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്. അപ്പോൾ സി ആണ് കറക്റ്റ്. എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. അടുത്ത ഒരു പ്രസ്താവന ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? തെറ്റായിട്ടുള്ളതാണ് ചോദ്യം കേട്ടോ. തെറ്റായിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. JB വാട്സൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈക്കോ അനാലിസിസ്. വാട്സൺ എന്താ മോനെ പെരുമാറുന്നത്? അപ്പൊ ബിഹേവിയറിസം ആണ് അല്ലെ, ബിഹേവിയറിസം ആണ് JB വാട്സന്റെ. സൈക്കോ അനാലിസിസ് അല്ല. സൈക്കോ അനാലിസിസ് ആരതാ? സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. അപ്പൊ ഒന്നാമത്തത് തെറ്റാണ്. അപ്പൊ നമുക്ക് തെറ്റാ വേണ്ടത്. അപ്പൊ ഒന്നാമത്തത് തെറ്റാണ്. അപ്പോൾ എ വരാൻ സാധ്യതയുണ്ട്, സി വരാൻ സാധ്യതയുണ്ട്, ബിയും ഡിയും എന്തായാലും വരില്ല. അപ്പൊ രണ്ടാമത്തത് കൂടി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം തീരുമാനമാവും. സോഷ്യൽ സൈക്കോളജി ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് ദെയർ എഫക്ട്സ് ഓൺ ബിഹേവിയർ. സ്റ്റീരിയോടൈപ്പിങ്ങും അത് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചെല്ലാം സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ശരിയാണ്. രണ്ടാമത്തത് ശരിയാണ്. അപ്പൊ തന്നെ നമുക്ക് തീരുമാനമായി. ഇൻകറക്റ്റ് ഒന്നാമത്തത് മാത്രമാണ് ഇൻകറക്റ്റ് അല്ലെ. അപ്പൊ തന്നെ നമുക്ക് തീരുമാനമായി ഒന്നാമത്തത് മാത്രമാണ് ഇൻകറക്റ്റ്. ഇനി മൂന്നാമത്തതൊന്ന് വായിച്ചു നോക്കാം. ഫിസിയോളജിക്കൽ സൈക്കോളജി സ്റ്റഡീസ് ദ ഫിസിയോളജിക്കൽ കോസസ് ഓഫ് ബിഹേവിയർ. സ്വഭാവത്തിന്റെ ഫിസിയോളജിക്കൽ കോസസിനെ കുറിച്ചാണ് ആര് ചർച്ച ചെയ്യുന്നത്? ഫിസിയോളജിക്കൽ സൈക്കോളജി
സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ 1 മാത്രം തെറ്റി. അപ്പോൾ 1 ഓൺലി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഡിയേഴ്സ്, നമ്മൾ സൈക്കോളജിയുടെ 1ാമത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളെ കാത്തിരിക്കുന്ന ആ ഒരു വലിയ സ്വപ്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ സഹകാരി റൈസ് പ്ലസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ടും പഠിക്കുക. പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സോ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.